Good afternoon. Good afternoon. Good afternoon. Okay. Ara prayer. We can start. Say. Oh. Okay, let's start. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻകരളിൽ കുടിയിരിക്കണമേ എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലമാടവും പൂമണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ നല്ല ബുദ്ധിയായി എന്റെ മനസ്സിലും നല്ല വാണിയായി നാവിന്റെ തുമ്പിലും നല്ല ചെയ്തിയായി എന്നുടെ കയ്യിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എന്റെ പാദം ഇരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. താങ്ക് യു ഓൾ. Good afternoon, all. Thought of the day. Education is the key to unlock the golden door of freedoms. സൈനിൻ ഒരു സോങ് ആണോ? ഉള്ളിനുള്ളിൽ അക്ഷര പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു കുഞ്ഞിക്കാലടി ഒരടി വെക്കുമ്പോൾ കൈ തന്നു കൂടെ വന്നു ഉള്ളിനുള്ളിൽ അക്ഷര പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു കുഞ്ഞിക്കാലടി ഒരടി വെക്കുമ്പോൾ കൈ തന്നു കൂടെ വന്നു ജീവിത പാതകളിൽ ഇനി എന്നിനി കാണും നാം മറ്റൊരു ജന്മം കൂടെ ജനിക്കാൻ പുണ്യം പുലർന്നിടുമോ പുണ്യം പുലർന്നിടുമോ ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയിലേ കാറ്റിൻ മൺവിളക്കൂതിയിലേ കൂരിരുൾ കാവിന്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല കാണാ കണ്ണീരിൻ കാവലിൽ നൂലിഴാരും തുടച്ചില്ല ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല കാണാ കണ്ണീരിൻ കാവലിൽ നൂലിഴാരും തുടച്ചില്ല ചന്ദന പൊൻചിതയിൽ എന്റെ അച്ഛനെരിയുമ്പോൾ മച്ചകത്താരോ തേങ്ങി പറക്കുന്നത് അമ്പലപ്രാവുകളോ ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയിലേ കാറ്റിൻ മൺവിളക്കൂതിയിലേ കൂരിരുൾ കാവിന്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ. Very nice. Okay, fine. അപ്പം നമ്മുടെ ക്ലാസ്സുകൾ ഇനി കുറച്ച് ക്ലാസ്സുകൾ കൂടെ ഉണ്ടാവുള്ളൂ. മാക്സിമം നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്ത്. ഓക്കെ, സോ ഞാൻ പ്രിപ്പയർഡ് എൻവയോൺമെന്റിന്റെ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അതൊന്ന് കഴിഞ്ഞതിന് ശേഷം ആ ഒരു 10 ക്വസ്റ്റ്യന്റെ അസൈൻമെന്റിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നാ പോരെ? അല്ലെങ്കിൽ അതിൽ തന്നെ
ഡീറ്റെയിൽസ് പറഞ്ഞതല്ലേ മറ്റേ PG-ക്കാരും ഡിപ്ലോമ ചെയ്യേണ്ട അസൈൻമെന്റ് അല്ലേ? രണ്ടുപേരും ടീച്ചർ 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അത് ആ ക്ലാസ് റെക്കോർഡ് ക്ലാസ് കേട്ടാൽ മതി കുട്ടികള് ശരിക്കും. ആണോ? ആരോ എന്നോട് ഈ ചോദിക്കും. പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുമ്പോ നമുക്ക് ടൈം ഇല്ലല്ലോ എന്നത്. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ലേ? എന്നോട് ആരോ ചോദിച്ച പോലെ എനിക്ക് തോന്നി. അത് പറഞ്ഞിട്ടില്ല മാത്രല്ല ഞാൻ ഗ്രൂപ്പിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടും കൂടി ഉണ്ടായിരുന്നു. 2 പ്രാവശ്യം മിസ് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന്റെ പുറമെ സെഫി നമുക്ക് ഗ്രൂപ്പിലും പറഞ്ഞു തരാറുണ്ട്. അതെയോ? ഓക്കെ ഫൈൻ. എന്നാ പിന്നെ ശരിയാലോ, സമയം അപ്പൊ പോകും. നമുക്ക് അല്ലെങ്കിലേ പോർഷൻ തീർന്നിട്ടില്ലല്ലോ, ഇനി വെറുതെ അതിന് തന്നെ വേണ്ടി ടൈം കളയണ്ടല്ലോ, അതാണ്. താങ്ക് യു. ഇനി വേറെ ബാച്ച് ആണോന്നും അറിയില്ല കേട്ടോ. നിങ്ങൾ തന്നെയാണോന്ന് എനിക്കൊരു സംശയം. നിങ്ങളായിരിക്കും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു. 1 3 കാരണം അവസാനം ടീച്ചർക്കായിരിക്കും എല്ലാ കുറ്റവും വരിക. എല്ലാ ടീച്ചർമാരും കംപ്ലീറ്റ് ചെയ്തു, നിങ്ങൾ എന്താ അങ്ങനെയെന്ന് പറഞ്ഞു. ഞങ്ങൾ കാരണമാണ് ശരിക്കും പറഞ്ഞാൽ ടീച്ചർ ഇങ്ങനെ ആകാൻ കാരണം. എപ്പോഴും ഞങ്ങൾ ക്വസ്റ്റ്യന് സംശയം അങ്ങനെ ഇങ്ങനെ ടീച്ചർ എപ്പോ വരുമ്പോഴും ഞങ്ങളായിരിക്കും സംശയം കൊണ്ടുവരിക. എന്നാൽ എല്ലാ ടീച്ചർമാരും പിന്നെ പറയാന്ന് പറഞ്ഞാല് ടീച്ചർ അത് എന്ത് ചോദിച്ചാലും അതിന് ആൻസർ പറഞ്ഞിട്ടേ പോവുള്ളൂ. അതുകൊണ്ടാണ് ടീച്ചറുടെ ക്ലാസ് കഴിയാതായത്. അതെ, അല്ല നോക്കാം. നമ്മള് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ടീച്ചർ ബോർഡിൽ എന്തെങ്കിലും എഴുതും. കുറെ കുട്ടികൾ എഴുതും, കുറെ കുട്ടികൾ എഴുതില്ല. കാരണം അവർക്ക് ആ സ്പീഡിൽ എത്താൻ പറ്റില്ല. കുറെ കുട്ടികൾ എഴുതിയെന്ന് കാണുമ്പോൾ ടീച്ചർ അതങ്ങ് മായ്ക്കും. എഴുതാത്ത കുട്ടികൾ അത് പാതി വഴിക്കിൽ നിൽക്കും. പകുതിയും കിട്ടില്ല, മുഴുവനും കിട്ടില്ല, ആ ഒരു അവസ്ഥയിലായി പോകില്ലേ. അതുകൊണ്ടാണ് അപ്പൊ തന്നെ ക്ലാരിഫൈ ചെയ്യുന്നത് കേട്ടോ. മാത്സ് ഒക്കെ കുട്ടികൾക്ക് വലിയ വലിയ ക്ലാസ്സിലേക്ക് പോകും തോറും അത് ഡിസ്റ്റർബ് ആവാനുള്ള ഒരു കാരണം അതാണ്. കാരണം ചെറിയ ക്ലാസ്സിലെ മാത്സിന്റെ പ്രോബ്ലം മുമ്പിലിരിക്കുന്ന കുറെ കുട്ടികൾ ചെയ്ത് കഴിയുമ്പോൾ ടീച്ചർമാര് അതങ്ങ് വൈപ്പ് ചെയ്ത് അടുത്ത പോർഷനിലേക്ക് പോകും. അപ്പോൾ പ്രോബ്ലം ചെയ്യാനായിട്ട് എല്ലാവരുടെ സ്പീഡ് ഒരുപോലെ അല്ലല്ലോ. ചെയ്യാൻ തുടങ്ങിയ കുട്ടികൾ എന്ത് ചെയ്യും? അവർക്ക് പകുതി വഴിയിൽ നിൽക്കും. മാത്സ് പിന്നെ എന്താന്ന് ബേസ് പോയാൽ പോയില്ലേ, തീർന്നു. ആ ഒരവസ്ഥയിലേക്ക് പോകും. നമ്മൾ എവിടെയായിരുന്നു? ഈ കാണുന്ന പോയിന്റ്സ് ആയിരുന്നോ? അതെ അതെ. പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്നുള്ള ടോപ്പിക് ആണോ എടുക്കേണ്ടത്, അതോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇനി അത് തുടങ്ങണം. ഇത് പ്രിപ്പയർഡ് എൻവയോൺമെന്റ് സ്റ്റാർട്ട് ചെയ്യണം. നമുക്കിത് വായിച്ച് അങ്ങനെ പോകാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. ഇനി ഒരു 10 മിനിറ്റ്സ് അല്ലാതെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. നിങ്ങൾ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് റീഡ് ചെയ്ത് തുടങ്ങാം. അപ്പൊ നെക്സ്റ്റ്, അപ്പോ നമ്മളിപ്പോ ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ, കുറെ ക്ലാസ് റൂംസ്, കുറെ കുട്ടികൾ, ഏജിനനുസരിച്ച് കുട്ടികളെ ക്ലാസ്സിലാക്കുന്നു. ഓരോ ക്ലാസ്സിലും ഓരോ പീരീഡിലും ഓരോ സബ്ജക്ട് ടീച്ചർമാര് വരുന്നു. ആ രീതിയിലായിരുന്നില്ല നമ്മളുടെ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത സ്കൂൾ. സ്കൂൾ എന്ന് വിളിക്കാൻ തന്നെ മോണ്ടിസോറിക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. അവരതിന് ചിൽഡ്രൻസ് ഹൗസ് എന്ന് മീനിങ് വരുന്ന കാസാഡെ ബാംബിനി എന്നുള്ള പേരിലാണ്. ഈ ഇറ്റാലിയൻ ഭാഷയിൽ കാസാഡെ ബാംബിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിൽഡ്രൻസ് ഹൗസ് എന്നാണ്. അപ്പൊ അങ്ങനെ ചിൽഡ്രൻസ് ഹൗസ് എന്നാണ് അവർ ആ സ്കൂളിന് പേരിട്ടത്. അതിലെ ക്ലാസ് റൂമിനെയാണ്, ക്ലാസ് റൂമായിട്ടൊന്നുമില്ല, ഒരേ ഏരിയയാണ് ഹൗസ് ഓഫ് എഡ്യൂക്കേഷൻ, ഒരേ ഏരിയ തന്നെയാണ്. അതിനെ അവർ പറഞ്ഞത് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്നാണ് അവരുടെ കാലശേഷം പിന്നീട് നമ്മൾ അതിനെ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്ന് പറയും. ഈ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് റൂം ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ റൂമായിട്ട് ലോക്ക് ചെയ്ത വലിയ 4 സൈഡും വാളും തുറക്കാത്ത ജനലും വാതിലും അങ്ങനത്തെയല്ല. ഇതെല്ലാം ഓപ്പൺ ആയിരുന്നു. വരാന്തയിലേക്ക് ഇഷ്ടംപോലെ വരാന്ത ഉണ്ടായിരുന്നു. പുറത്തെ സ്പേസുമായിട്ട് കണക്ട് ചെയ്യുന്ന വരാന്തകൾ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് അവിടെ പെട്ടെന്ന് എന്താ പറയാ, കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഒരു പ്രാവശ്യം കയറിയാൽ തന്നെ അവർക്ക് ആ വഴിയെല്ലാം മനസ്സിലാകുന്ന രീതിയിൽ നിറയെ വരാന്തകളൊക്കെയുള്ള ഒരു ഏരിയ ആയിരുന്നു ഈ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കുട്ടികൾ ആ ഒരു എൻവയോൺമെന്റിൽ പല പല ആക്ടിവിറ്റീസ് ചെയ്യാൻ തുടങ്ങി. അവർക്ക് പല കൺസെപ്റ്റ്സ്, ബേസിക് ആയിട്ടുള്ള പല കൺസെപ്റ്റും അവിടെ അവർക്ക് കിട്ടി തുടങ്ങി. അതായത് നമ്മൾ കുട്ടികളെ അടിച്ച് വഴക്ക് പറഞ്ഞ് സ്ട്രിക്റ്റ് ആയിട്ട് ചില റൂൾസ് ഫോളോ ചെയ്യിക്കും, ഡിസിപ്ലിൻ ഫോളോ ചെയ്യിക്കും. ഇതെല്ലാം അവർക്ക് അവിടെ തന്നെ ജനറേറ്റ് ചെയ്യുവാണ്. ഇവര് അവിടെ റിയാലിറ്റി നേച്ചറുമായിട്ട് കണക്ട് ചെയ്താണ് ഇവരുടെ എല്ലാ ആക്ടിവിറ്റീസും പോകുന്നത്. മോണ്ടിസോറി മെറ്റീരിയൽസ് എല്ലാം തന്നെ റിയൽ ആയിട്ടുള്ള മെറ്റീരിയൽസ്,
നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് അതുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിയാലിറ്റിയും നേച്ചറുമായിട്ട് കണക്റ്റഡ് ആണ്, റിയാലിറ്റി ഓറിയന്റഡ് ആണ്. ഓക്കെ, പിന്നെ ആ ഒരു ഏരിയ ക്ലാസ് റൂം നമ്മൾ സാധാരണ സ്കൂളിൽ പറയുന്ന പോലെ ഇവിടുത്തെ ഈ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വച്ചിരിക്കുന്നത്. ആ അറ്റ്മോസ്ഫിയർ അത് വളരെ നല്ലതാണ്, കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഈ എൻവയോൺമെന്റ്. മോണ്ടിസോറി മെറ്റീരിയൽസും പിന്നെ അവർക്ക് ഈ മെറ്റീരിയൽസ് ഓരോന്നും എടുത്ത് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഇവർ പതുക്കെ പതുക്കെ, നമുക്കറിയാം ചില കുട്ടികൾ സോഷ്യലൈസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെല്ലാവരും ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്നതാണ് അല്ലെ, ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന. അപ്പൊ ആളുകളുമായിട്ട് പല രീതിയിൽ നമുക്ക് മിങ്കിൾ ചെയ്യേണ്ടതായിട്ട് വരും, പല രീതിയിൽ ഇന്ററാക്ട് ചെയ്യേണ്ടതായിട്ട് വരും, ചിലപ്പോൾ ചില സഹായങ്ങൾ, സപ്പോർട്ട്, ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. കുഞ്ഞുങ്ങൾ ആ രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റി ലൈഫിലേക്ക് പോകാനുള്ള ഡെവലപ്മെന്റും ആ 3 to 6 years ആ ഏരിയയിൽ നിന്നും അവർക്ക് കിട്ടുന്നു. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. എൻവയോൺമെന്റ് എങ്ങനെയാണ്, അവിടുത്തെ മെറ്റീരിയൽസ് യൂസ് ചെയ്ത ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇവരിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഡിസിപ്ലിൻ, അവർക്കൊരു ഓർഡർ ഉണ്ടാകും. എങ്ങനെയാണ് നമ്മൾ അടുക്കും ചിട്ടയെന്നൊക്കെ പറയില്ല, ആ ഒരു സ്ട്രക്ചറും ഓർഡറും അവർക്ക് ഫോം ചെയ്യുന്നു. മറ്റുള്ളവരോട് കെയറിങ്, അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സ്, അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അവരെ റെസ്പെക്ട് ചെയ്യാനുള്ളത്, ഇതെല്ലാം ഈ ഒരു എൻവയോൺമെന്റിൽ നിന്നാണ് അവർക്ക് കിട്ടുന്നത്. ആ രീതിയിലാണ് അവിടുത്തെ മെറ്റീരിയൽസും ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അവിടുത്തെ അറ്റ്മോസ്ഫിയറും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു കമ്മ്യൂണിറ്റി ലൈഫിലേക്കുള്ള ഡെവലപ്മെന്റിന്റെ ആദ്യ പടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബേസ് അത് നല്ല രീതിയിൽ തന്നെ അവർക്ക് അവിടെ ഫോം ചെയ്യുവാണ്. ഓക്കെ, ഇനി ഇതിൽ നിന്നും അവർക്ക് കിട്ടിയ ഒരു കൺസെപ്റ്റ് ഫ്രീഡം, നമുക്കൊക്കെ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എന്തായിരിക്കണം ഫ്രീഡം? ആരും നമ്മളെ നിയന്ത്രിക്കാതെ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാം ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം. യെസ്, എന്റെ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്തോട്ടെ. അത് നമ്മളുടെ ആ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആകരുത്. കാരണം നമ്മളൊരു കമ്മ്യൂണിറ്റിയിലാണ് ജീവിക്കുന്നത്. എനിക്ക് പാട്ട് പാടണം, ഞാൻ അലറി കൂവി പാടി അടുത്ത് കിടന്ന് ഉറങ്ങുന്നവരെയും ചിലപ്പോൾ സുഖമില്ലാത്തവരൊക്കെ ഉണ്ടാവും, അവരെയൊക്കെ കഷ്ടപ്പെടുത്തുക എന്നുള്ളതല്ലല്ലോ. സോ അതാണ് ഫ്രീഡം എന്നുള്ളത്. അപ്പൊ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ് ഇവിടെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനെ പറ്റി ഏറ്റവും നല്ലൊരു മെറ്റീരിയൽ മോണ്ടിസോറി എൻവയോൺമെന്റിലുണ്ട്. അത് മാറ്റാണ്. മാറ്റ് അറിയാതെ നമ്മളുടെ ബാത്റൂം ഡോറിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ആ ഒരു വലിപ്പമുള്ള റെക്ടാംഗിൾ ഷേപ്പിലുള്ള മാറ്റ് അല്ലേ, അതുപോലുള്ള മാറ്റുകൾ നിറയെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ പല ഇടങ്ങളിലായിട്ട് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. പിന്നെ അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഏരിയ എന്നും പറഞ്ഞിട്ട് കിച്ചൺ ആ ഒരു ഭാഗത്ത് നിറയെ നാപ്കിൻസും ഉണ്ടാകും. യൂറോപ്യൻ സ്റ്റൈലാണല്ലോ, അവർക്ക് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അവർക്ക് നാപ്കിൻസ് വേണം അല്ലെ. അവരത് ഒന്നുമില്ലെങ്കിൽ മടിയിൽ വെക്കും, ചിലപ്പോ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ബിബ് പോലെ കെട്ടിക്കൊടുക്കും. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തില് ഭക്ഷണം കൊടുക്കുമ്പോൾ ഇതുപോലൊരു ടവല് കയ്യിൽ കരുതും അല്ലെ. എന്നിട്ട് കാരണം ഫുഡ് മുഴുവൻ അവരുടെ വായിലേക്ക് ശരിക്കും പോവില്ല, അവർ ചിലപ്പോൾ അവർ സ്പിറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും അല്ലെ. അപ്പൊ ഇതുപോലെ നിറയെ നാപ്കിൻസ് അവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഈ മെറ്റീരിയൽസ് മാറ്റ് അവിടെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. മാറ്റ് മടക്കി വെക്കുക ഇച്ചിരി പാടായിരിക്കും അല്ലെ, റോൾ ചെയ്യാനായിരിക്കും. ഇപ്പൊ റോൾ ചെയ്യാൻ പറ്റുന്നത് റോൾ ചെയ്തും വെക്കും, മടക്കി വെക്കാൻ പറ്റുന്നത് മടക്കി വെക്കും. അപ്പൊ ഒരു കുട്ടി ഒരു മെറ്റീരിയൽ എടുത്ത് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഈ കുട്ടി ആദ്യം പോയി എടുക്കുന്നത് അവന്റെ ഇഷ്ടമുള്ള മെറ്റീരിയൽ പോയി ഷെൽഫിൽ നിന്ന് എടുക്കാൻ പറ്റും. ഷെൽഫ് എല്ലാം ഹൈറ്റ് കുറഞ്ഞാണ്, ചൈൽഡ് സൈസ്ഡ് ആണ്, ചൈൽഡ് ഫ്രണ്ട്ലി ആണ്, ഓപ്പൺ ഷെൽഫാണ്, ഒന്നും അടച്ച് ലോക്ക് ചെയ്ത് വെച്ചിട്ടില്ല, എടുത്തുകൊണ്ട് വരും. അതിന്റെ ഒപ്പം തന്നെ ഒരു മാറ്റും ആദ്യം പോയി എടുക്കും. അവിടെ റോൾ ചെയ്ത് വെച്ചിട്ടിരിക്കുന്ന മാറ്റ് കൊണ്ടുവന്ന് അൺറോൾ ചെയ്യും. ഇവര് 3 finger 2 fingers ഒക്കെ യൂസ് ചെയ്ത് ആക്ടിവിറ്റീസ് ചെയ്യും. ഈ 3 finger ആക്ടിവിറ്റി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മള് പെൻസിൽ പിടിക്കുമ്പോൾ 3 വിരലുകൾ നമുക്ക് വേണം അല്ലെ. എഴുതാൻ തുടങ്ങുമ്പോൾ 2 വിരൽ വെച്ച് പെൻസിൽ വെച്ച് എഴുതാൻ പറ്റില്ലല്ലോ, നമുക്ക് 3 വിരൽ എന്തായാലും വേണം. അപ്പൊ ഈ 3 finger ആക്ടിവിറ്റീസ് ഇവരെ കൊണ്ട് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യിക്കും. ഇപ്പൊ മാറ്റ് ഇങ്ങനെ റോൾ ചെയ്തിരിക്കുന്ന അൺറോൾ ചെയ്യാനായിട്ട് 3 fingers യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കുഞ്ഞുങ്ങളെല്ലാം ചിലപ്പോൾ ഒരു 3 fingers എപ്പോഴും അവർക്ക് വരില്ല, മുഴുവൻ ഉപയോഗിച്ചെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. എന്നാലും 3 fingers കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ഒക്കെ 3 fingers വെച്ച് ചെയ്യിക്കും. ഓക്കെ, ഇനി അങ്ങനെ മാറ്റ് കൊണ്ടുവന്ന് വിരിച്ച് വെച്ചിട്ട് ഈ മാറ്റിന്റെ മുകളിൽ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് അവർ ആക്ടിവിറ്റീസ് തുടങ്ങുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് മാറ്റ് യൂസ് ചെയ്യുന്നത്? ചില മെറ്റീരിയൽസിന് ഉരുണ്ട ഷേപ്പ് ഉണ്ടാവും,
അപ്പൊ അത് ഉരുണ്ട് റോൾ ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ നിലത്തോ ടേബിളിലോ ഒക്കെ വെക്കുവാണെങ്കിൽ. മാറ്റ് ആവുമ്പോ അതൊരു റഗ് തുണിയാണ് അല്ലെ, ഒരു പരിപരുത്ത തുണിയാണല്ലോ, നമ്മുടെ ഈ ചവിട്ടി പോലത്തെ സാധനമല്ലേ, അതിൽ വെക്കുമ്പോ ഇത് ഉരുണ്ടു പോകൂല. അപ്പൊ വയ്ക്കുന്ന സ്ഥലത്ത് തന്നെ ഇത് ഇരിക്കും. പിന്നെ ആ കുഞ്ഞിന്റെ മുന്നിൽ ചിലപ്പോ ഇരിക്കാനും കൂടെ ഉള്ള സൈസിലുള്ള മാറ്റ് ആയിരിക്കും. അപ്പൊ അതിലിരുന്ന് സാധനങ്ങൾ അതിൽ വെച്ച് ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ അവൻ ആ ഒരു സ്പേസ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, ഓടി നടന്ന് ഒരു പണിയും ചെയ്യില്ല. ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ ആദ്യം ഡെമോ കൊടുത്തിട്ടുണ്ടാവും. മാറ്റ് എടുത്തുകൊണ്ട് വരണം, മാറ്റിന്റെ മുകളിൽ വെക്കണം, അല്ലെങ്കിൽ ഇത് പുറത്തേക്ക് പോവും, ചീത്തയായി പോവും എന്നൊക്കെ പറയുമ്പോഴേക്കും കുട്ടികൾ ആ ഒരു ഏരിയ തന്നെ ഇരിക്കും. തൊട്ടപ്പുറത്ത് വേറെ കുട്ടിയും ഇരുന്ന് ഇതുപോലെ തന്നെ മാറ്റിലിരുന്ന് ചെയ്യുന്നുണ്ടാവും. രണ്ടുപേരുടെയും സ്പേസ് ലിമിറ്റഡ് ആണ്. ആ സ്പേസിന് പുറത്തേക്ക് അവർ പോകുന്നില്ല, അവരവിടെ തന്നെ ഇരുന്ന് ചെയ്യും. അപ്പോൾ ഒരാള് മറ്റേ ആളെ ഡിസ്റ്റർബും ചെയ്യുന്നില്ല, എൻവയോൺമെന്റിനും ഡിസ്റ്റർബൻസ് വരില്ല. അവർക്ക് മെറ്റീരിയൽ വെച്ച് ആക്ടിവിറ്റി ചെയ്യാനുള്ള ഫ്രീഡം കിട്ടുന്നുണ്ട്. പക്ഷെ എങ്ങനെയാ? വിത്തിൻ ദ ലിമിറ്റ്സ് അല്ലെ, വിത്തിൻ ദ ലിമിറ്റ്സ് ആണ് കിട്ടുന്നത്. സോ ഇതാണ് ഫ്രീഡം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പൊതുവെ മോണ്ടിസോറി മെത്തേഡിനെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാവുന്നവരുടെ ധാരണ മോണ്ടിസോറി എൻവയോൺമെന്റിലെ, മോണ്ടിസോറി സ്കൂള് എന്ന് അവർ പറയുള്ളൂ, സ്കൂളില് ക്ലാസ് റൂമില് ഭയങ്കര ഫ്രീഡം ആണല്ലോ എന്നുള്ള രീതിയിലാണ്. അങ്ങനെ മറിയാം മോണ്ടിസോറിയുടെ ഒരു ഫ്രണ്ട് അവിടെ ഈ ഒരു അവരുടെ കൺസെപ്റ്റ് ഇതായിരുന്നു, ഇവിടെ എന്തും ചെയ്യാനുള്ള ഫ്രീഡം ആണല്ലോ കുട്ടികൾക്ക് എന്ന് കരുതിയിട്ട് അവരവിടെ വന്ന് ഈ അവർ കാണാൻ വേണ്ടി വന്നു കേട്ടോ. കാണാൻ വേണ്ടി വന്നപ്പോ കുട്ടികളൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് നല്ല ഫ്രീഡം ആണല്ലോ, ഇങ്ങനെ എല്ലാ ഫ്രീഡവും കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഒരു മോൻ വളരെ ഹാപ്പി ആയിട്ട് അവരോട് പറയുവാണ്, ഇത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള ഫ്രീഡം അല്ല, ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. അതായിരുന്നു അവന്റെ മറുപടി. ഇത് ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അക്കോർഡിംഗ് ടു മറിയ മോണ്ടിസോറി അല്ലെങ്കിൽ ഇൻ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ഫ്രീഡം മീൻസ് ഡാഷ്. ഫ്രീഡം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള ഫ്രീഡം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഡൂയിങ് വാട്ട് വി ലൈക്ക്. ഈ കുട്ടി പറഞ്ഞ ആൻസർ വി ലൈക്ക് വാട്ട് വി ഡു. ഞങ്ങൾ ചെയ്യുന്നതിനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു, ആ ഫ്രീഡം. വി ലൈക്ക് വാട്ട് വി ഡു. ഓക്കെ, അപ്പൊ അതാണ് മോണ്ടിസോറി എൻവയോൺമെന്റിലെ ഫ്രീഡം. പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരണ്ട. ഇതാണ് ക്വസ്റ്റ്യൻ, ഇങ്ങനെയാണ് വരുന്നത്. എന്താണ് മോണ്ടിസോറി എൻവയോൺമെന്റിലെ ഫ്രീഡം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു മറിയ മോണ്ടിസോറി എന്താണ് ഫ്രീഡം? നമ്മുടെ ഓപ്ഷനിൽ ഇങ്ങനെ ഉണ്ടാവും, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനായിട്ട് പറ്റും, അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. ഇതിനകത്ത് ആപ്റ്റ് ഓപ്ഷൻ ഇതാണ്, ഞങ്ങൾ ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നു. അതാണ് ഇവിടെ ഫ്രീഡം എന്ന് പറയുന്നത്. ഇതൊരു ബ്രില്യന്റ് എക്സാമ്പിൾ ആണ് ഇവിടുത്തെ ഒരു ആക്ച്വൽ ഫ്രീഡം എന്ന് പറയുന്നത്. അതായത് ഫ്രീ ടു ഡു വാട്ട് ഈസ് റൈറ്റ്. എന്താണ് ശരി അത് ചെയ്യാനുള്ള ഫ്രീഡം അല്ലെ. മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള യാതൊരു ഫ്രീഡവും കുട്ടികൾ അവിടെ ഫോളോ ചെയ്യുന്നില്ല. ശരിയായിട്ടുള്ള കാര്യം ചെയ്യാനുള്ള ഫ്രീഡം, അതാണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ വരുന്നത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ ക്ലാസ് പോയതുകൊണ്ട് വായിക്കണമെന്നില്ലല്ലോ. ഞാൻ അതിലെ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. എന്ത് നോക്കിയാലേ പറ്റും. എക്സാമിന് വരുന്ന പോയിന്റ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അതാണ് ഫ്രീഡം എന്ന് അവിടെ ഉദ്ദേശിച്ചത്. ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്, അതാണ് ഫ്രീഡത്തെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ്. വിത്തിൻ ദ ലിമിറ്റ്സ്. നമ്മൾ പറയില്ലേ ഇങ്ങനെ ഒരു പട്ടം എത്ര മുകളിലേക്ക് പൊങ്ങണം, എത്ര ഇതായിട്ട് പറക്കണം. കാറ്റിന്റെ ഗതിയുണ്ട്, താഴെ നിന്ന് ഒരാൾ അതിന്റെ നൂലിങ്ങനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലെ. നൂല് വിട്ടാൽ അത് പോയി. അതുപോലെ നമ്മള് കുട്ടികൾക്ക് ചുറ്റും ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ആ സർക്കിളിന്റെ വലിപ്പം, അതിന്റെ ആ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളത് നമ്മളെ തീരുമാനിക്കാം. കുട്ടികൾ ദേ വിൽ ഫീൽ ലൈക്ക് അവരുടെ ഓരോ ഏജിൽ യെസ് അവർ എൻജോയ് ചെയ്യുന്നു ആ ഒരു സർക്കിളിന്റെ വലിപ്പം. അവർ ആ ഫ്രീഡം എൻജോയ് ചെയ്യുന്നു. അവർ ഓരോരോ സ്റ്റേജിലേക്ക് പോകുമ്പോൾ എത്ര ഫ്രീഡം, അത് നമ്മളുടെ ഒരു ഇതിലാണ്. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഡോളസനൊക്കെ എത്തുമ്പോഴേക്കും പ്രൈവസി മാറ്റേഴ്സ്. ഭയങ്കര പ്രൈവസി. എന്റെ പ്രൈവസിയിൽ വരരുത്. അച്ഛനോട് അമ്മോടും പറയുന്നത് എന്റെ പ്രൈവസിയിൽ വരരുത്, എന്റെ പ്രൈവസിയിൽ വരരുത്. അടച്ച റൂമുകൾ അതിനൊരു ഉദാഹരണമാണ്. പക്ഷേ ആയിക്കോട്ടെ പ്രൈവസി, ബട്ട് അറ്റ് ദ സെയിം ടൈം അവർ ചിലപ്പോൾ വല്ലാതെ ഇമോഷണലി മെന്റലി ഡിസ്റ്റർബ്ഡ് ആകുന്ന ചില സമയങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രൈവസിയുടെ ഒരു വാതിൽ തുറന്ന് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ഒരു വാതിലോ ജനലോ തുറന്നിടാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈവസി ആയിരിക്കണം ആ മക്കൾക്ക് വേണ്ടത്. ആ ഒരു സ്പേസ് പാരന്റ്സും കുട്ടിയും തമ്മിലുണ്ടെങ്കിൽ മാത്രമാണ് അവനൊരു പ്രശ്നം വരുമ്പോൾ അവന്റെ പ്രൈവസിയുടെ ലോകത്തേക്ക് നമുക്ക് കടന്നു ചെല്ലാനായിട്ട് പറ്റും. ഓക്കെ, സോ
പ്രൈവസി ഒന്നും കൊടുക്കേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല. ആ ഒരു ഫ്രീഡം, അതിനൊരു ലിമിറ്റ്സ് തന്നെ ഉണ്ടാവുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ ഫൈൻ. അപ്പൊ അതായിരുന്നു ഫ്രീഡത്തെ കുറിച്ച് അതിൽ പറഞ്ഞിരുന്നത്. ഫ്രീഡം എന്ന് പറഞ്ഞല്ലോ, ഈ ഫ്രീഡം എന്ന് പറയുന്നത് ഒരു പാരാമീറ്റേഴ്സിന് ശരിക്കും 2 റീസൺസ് ഉണ്ട്. അത് ഈ കുട്ടി ആക്ടിവിറ്റീസ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിൽ ആ കുട്ടിയുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് അവന് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഫ്രീഡം വേണം. അവന് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പറ്റണം. അവൻ ഇതാണ് ആവശ്യം, അവൻ ഇതാണ് അവന്റെ നീഡ് എന്ന് അവൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റണം. സപ്രസ് ചെയ്യാന്നുള്ളതല്ല ഫ്രീഡം എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണെങ്കിലും എനിക്ക് ഇങ്ങനെ ചെയ്യാനാണ് എനിക്ക് ഇതിലാണ് ഇൻട്രസ്റ്റ് എന്ന് അവന് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം. സപ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് വെരി ടഫ്. ഈ പറഞ്ഞപ്പം ഓർക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ചേച്ചിയുടെ മോനും എന്റെ മോളും ഒരേ പ്രായമാണ് കേട്ടോ. ഒരേ സ്കൂളിലാണ് +1 +2 പഠിച്ചത്. ഹോസ്റ്റലിൽ നിന്നായിരുന്നു. അവന് എഞ്ചിനീയറിംഗ് ഫീൽഡാണ് താല്പര്യം. ഈ കുട്ടി പല 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 കോളേജുകൾക്ക് സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമുകൾ ഉണ്ടല്ലോ. ഇപ്പൊ VIT വേറെ, മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ വേറെ, അങ്ങനെ എക്സാം ചെയ്തു. അപ്പൊ ഇവന് ഇച്ചിരി ഹോംസിക്ക് ഉള്ള കുട്ടിയാണ്. ഇവന് ഇച്ചിരി ഒരു ഗ്രൂപ്പിൽ ചെന്ന് മിങ്കിൾ ചെയ്യാൻ ഇച്ചിരി പാടാണ് ഈ കുട്ടിക്ക്. ബാത്റൂം കോമൺ യൂസ് ചെയ്യുക, അതൊക്കെ ഇത്തിരി പ്രശ്നം. അപ്പൊ ഇവന് സൗത്ത് ഒക്കെ വീട്ടിൽ നിന്ന് പറ്റിയില്ലെങ്കിലും സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏതെങ്കിലും ഒരു കോളേജിൽ ചേരണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതും ഇവന് കാശ് അധികം ചെലവാക്കണതിനോടും താല്പര്യമില്ല. ഇവന് VIT എന്നുള്ള കോളേജിൽ കിട്ടി, വിശേഷിക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ചെന്നൈയിലും ഉണ്ട്, വെല്ലൂരും ഉണ്ടല്ലോ. ചെന്നൈയിൽ കിട്ടി. പക്ഷെ ആ കോളേജിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ കാറ്റഗറൈസ് ചെയ്യും. കാറ്റഗറി 1 തുടങ്ങി കാറ്റഗറി 5 വരെ ഉണ്ട്. ഈ കാറ്റഗറി ഉദ്ദേശിക്കുന്നത് റാങ്ക് അനുസരിച്ചാണ്. ടോപ്പ് റാങ്ക് ഉള്ളവരായിരിക്കും കാറ്റഗറി 1 വരുന്നത്. 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് റാങ്കിനനുസരിച്ച് വരും. ഇവൻ കാറ്റഗറി 5 വന്നത്. ഈ കാറ്റഗറിക്ക് അനുസരിച്ച് ഫീസും വ്യത്യാസമുണ്ട്. കാറ്റഗറി 1 അതായത് നല്ല റാങ്ക് കിട്ടിയ കുട്ടികൾക്ക് 2 lakhs ഉള്ളൂ ഒരു വർഷത്തെ ഫീസ് കിട്ടും. ഫൈനൽ ഇയർ ആവുമ്പോഴേക്ക്, അതായത് കാറ്റഗറി 5 ആവുമ്പോഴേക്കും അത് 5 lakhs അത് കൂടാതെ ഒരു വർഷം ഹോസ്റ്റൽ ഫീ 2 ലക്ഷം. അപ്പൊ ഏകദേശം ഒരു 7 ലക്ഷം ഒരു വർഷം. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പോകാൻ അത്രയും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നിങ്ങനെ എനിക്കൊരു സംശയം വന്നു. അപ്പൊ ഇവന്റെ പാരന്റ്സിനോട് പറയാനുള്ള സ്പേസ് ഇല്ല. അവന്റെ ഉള്ളിലും അതുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിൽ അത്രയും ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ ചേച്ചിയൊക്കെ പറയണെന്താന്ന് വെച്ചാൽ അവൻ ആളുകളുമായി ഇന്ററാക്ട് ചെയ്യുന്നില്ല, അധികം സംസാരിക്കുന്നില്ല. അവന്റെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അവനെ കേരളത്തിൽ പഠിപ്പിക്കുന്നില്ല, അവനെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഇവരവിടെ ജോയിൻ ചെയ്യിക്കാൻ തീരുമാനിക്കുന്നു. കുട്ടിയുടെ മനസ്സിൽ ഒട്ടും താല്പര്യമില്ല. പക്ഷെ അവന്റെ പാരന്റ്സിനോട് പറയാനുള്ള സ്പേസ് ഇല്ല. പേടിയല്ല, ഭയങ്കര റെസ്പെക്ട് കൂടിയിട്ടുള്ള എന്തോ ഒരു പ്രശ്നം. അപ്പം ഇവനിത് എന്നോട് പറഞ്ഞു, ചിച്ച എനിക്ക് എഞ്ചിനീയറിംഗ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ അത് നിന്റെ അച്ഛനോടും അമ്മോടും പറയും. അത് അവൻ പറയണില്ല. അവരുടെ ഇഷ്ടത്തിന് വിട്ട് കുട്ടി ഇപ്പൊ ആ കോളേജിന്റെ ക്യാമ്പസ് കാണാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അവിടെ ജോയിൻ ചെയ്യുമെന്നും അറിയില്ല. കാരണം ഫ്രം ദ ബിഗിനിങ് തുടങ്ങി ഫസ്റ്റ് ഡേ ഇറ്റ്സെൽഫ് അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസം തുടങ്ങി ഇവന്റെ ചിന്ത എന്താ, അയ്യോ ഞാൻ ഇത്രയും ഫീസ് കൊടുത്താണല്ലോ പഠിക്കുന്നത്, ഇത്രയും ഫീസ് കൊടുക്കുവാണല്ലോ എന്ന് വിചാരിച്ച് അവൻ ആകെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവുന്നതാണ് എന്റെ ഒരു കൺസേൺ. എന്തായാലും അവർ ക്യാമ്പസ് ഒക്കെ കണ്ടിട്ട് വരട്ടെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ ഇപ്പം മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവരൊന്നും സപ്രസ് ചെയ്യുന്നില്ല. അവർക്ക് എല്ലാം പ്രകടിപ്പിക്കാനുള്ള ഒരു ഫ്രീഡമാണ് അവിടെ കിട്ടുന്നത്. അപ്പൊ കുട്ടിയുടെ സൈക്കിക് ഡെവലപ്മെന്റിന് അത് ഏറ്റവും അത്യാവശ്യം. അല്ലെങ്കിൽ ഇത് എപ്പോഴും ഇങ്ങനെ ഉൾവലിഞ്ഞു പോകൂലേ, അവർക്ക് പറയാനുള്ളതോ ഉള്ളതോ ഒന്നും പ്രകടിപ്പിക്കാൻ പറ്റാതെ ഇവരിങ്ങനെ ഉൾവലിഞ്ഞ് വലിയ കുട്ടിയാകുമ്പോഴും ഇങ്ങനെ തന്നെയാവും. മേ ബി അവന്റെ ചെറുപ്പത്തിലും അങ്ങനെ തന്നെ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ആ കുട്ടി അങ്ങനെ ആയി പോയത്. കുറെ നാള് ചേച്ചി ഉണ്ടായില്ല, ചേച്ചി സൗദിയിൽ പോയി. അവനും 2.5 വയസ്സോ 3 വയസ്സുള്ളപ്പോ അമ്മയുടെ അടുത്ത് ഉണ്ടാക്കി. അങ്ങനെ 2 മക്കളും അമ്മയാണ് നോക്കിയത്. ഇനി അങ്ങനെ അങ്ങനെ ഒരു ഉൾവലിഞ്ഞൊരു പ്രകൃതം. ആകെയുള്ളൊരു ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മോള് മാത്രമേ ഉള്ളൂ. വേറെ അവന്റെ ക്ലാസ്സിലുള്ളവരും ഫ്രണ്ട്സ് ഇല്ല. അങ്ങനെ ഒരിത് നമ്മളോട് അവനെല്ലാം ഓപ്പൺ ആയിട്ട് പറയും, പക്ഷെ പാരന്റ്സിനോട് പറയും. നമുക്ക് വേണ്ടത് കുഞ്ഞിലേ തുടങ്ങിയിട്ട് നമ്മുടെ മക്കളെല്ലാം പ്രകടിപ്പിക്കണം. അവരത് സപ്രസ് ചെയ്യരുത്. അതിനുള്ള ഫ്രീഡം, മിണ്ടരുതെന്നുള്ള ഒരു ആക്ഷൻ അവരെ ഭയങ്കരമായിട്ട് അവരെ ഡൗൺ ആക്കും. നമ്മുടെ ആ ഒരു എക്സ്പ്രഷനും നമ്മൾ ഷൗട്ട് ചെയ്തിട്ട് അങ്ങനെ പറയുന്നതും നമ്മൾ ഈ കാണിക്കുന്ന ആക്ഷനും
കുട്ടിക്ക് ഒരിക്കലും അവന്റെ മനസ്സിൽ നിന്ന് മാറില്ല. ലട്ടം ഒരു കരയുവാണെങ്കിലും കരഞ്ഞോട്ടെ, ലട്ടം ആ ഒരു രീതി. അപ്പൊ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം കുട്ടിക്ക് ഉണ്ടാകും. അപ്പൊ ടീച്ചറുടെ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈക്കിക് ഡെവലപ്മെന്റിനാണ്. ടീച്ചർ എന്നല്ല, നിങ്ങളുടെ ഫെസിലിറ്റേറ്റർ ആണ്. ആ ഒരു ഓപ്പർച്യൂണിറ്റി അവന് കൊടുക്കണം. ആ ഒരു ഫ്രീ ഓപ്പൺ എൻവയോൺമെന്റ്, അവന് ഫ്രീ ആയിട്ടും ഓപ്പൺ ആയിട്ടും മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ സെക്കൻഡ് ആയിട്ട്, അപ്പൊ ഫസ്റ്റ് വൺ ഇതാണ് നമ്മൾ പറഞ്ഞത്, കുട്ടിക്ക് അവന്റെ കാര്യങ്ങൾ പ്രകടിപ്പിക്കാൻ, എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ്, അവന്റെ സൈക്കിക് ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് അവിടെ ഫെസിലിറ്റേറ്റർ ആരാണോ ഉള്ളത് അവരവരെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. സെക്കൻഡ്ലി, ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കുറെ ഇൻബോൺ പാറ്റേൺ ഉണ്ടാവും ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ളത്. ആ ഇന്നർ ഗൈഡ്, നമുക്കും എല്ലാവർക്കും ത്വരാന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, ഏർജ്. ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോ, ഒരു കാര്യം പറയാൻ പോകുമ്പോ സം ഫോഴ്സസ് ഗൈഡിങ് അസ്. 10th യൂണിറ്റിലെ കാര്യം എന്നോട് ചോദിച്ചില്ലേ, ഹോം, നെബുല, അതൊക്കെയാണത്. ആ ഒരു ഇന്നർ ഫോഴ്സ് നമ്മളിങ്ങനെ ആരോ നമ്മുടെ ഉള്ളിൽ ഇരുന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ, സെയിം പാറ്റേൺ കുഞ്ഞുങ്ങളിലും ഉണ്ട്. അവർക്കത് പറയാൻ അറിയില്ലെന്നേ ഉള്ളൂ. നമ്മൾ പറയും എന്റെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു അതുകൊണ്ട് ഞാനത് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാറില്ലേ. സെയിം ആ ഒരു പാറ്റേൺ കുട്ടികളുടെ ഉള്ളിലുണ്ട്. അത് അവരുടെ ഗ്രോത്തിലേക്ക് അവരെ ഡയറക്റ്റ് ചെയ്യും, അവരുടെ എല്ലാ രീതിയിലുള്ള ഡെവലപ്മെന്റിലേക്ക് അവരെ ഡയറക്റ്റ് ചെയ്യും. ആ ഒരു കാര്യം അവന് ചെയ്യാനായിട്ട് പറ്റും. നമ്മള് ഈ LKG UKG ക്ലാസ്സിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാം, ചില കുട്ടികൾ ഇരുത്തുന്നിടത്ത് ഇരിക്കില്ല, അവരിങ്ങനെ ക്ലാസ്സിൽ കൂടെ നടക്കും, കൊണ്ടുപോയി പിടിച്ചെടുത്തും അവിടെ നിന്ന് വീണ്ടും ബൗൺസ് ചെയ്യുന്ന പോലെ എണീറ്റ് വന്ന് വീണ്ടും ഇങ്ങനെ നടക്കും, എന്തെങ്കിലും അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ടീച്ചറുടെ മടി കയറിയിരിക്കുവോ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്ന ചില കുഞ്ഞുങ്ങളെ നമുക്ക് കാണാനായിട്ട് പറ്റും. അവരുടെ ഉള്ളിലിരുന്ന് ഉള്ള ഒരു ഇതിനെ ഡയറക്ഷനെയാണ് അവരത് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതും അതിനെ നമ്മൾ കൂടുതൽ ഹൈപ്പറായിട്ട് പോകുവാണെങ്കിൽ അവരുടെ ആ എനർജീനെ നമുക്ക് ഡീവിയേറ്റ് ചെയ്ത് പോസിറ്റീവായ കാര്യങ്ങൾ ആ കുഞ്ഞിനെ കൊണ്ട് ചെയ്യിക്കാൻ പറയാം. എന്നറിയാവുന്ന ടീച്ചർമാര് ആ കുട്ടിക്ക് സെപ്പറേറ്റ് എന്തെങ്കിലും ആക്ടിവിറ്റിയോ അവനൊരു സെപ്പറേറ്റ് പ്ലേസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ടീച്ചറിന്റെ അടുത്ത് തന്നെ ഒരു ചെയർ ഇട്ടിരുത്തും. അവൻ എപ്പോഴും ചിലപ്പോൾ ഈ ടീച്ചറിനോട് ചേർന്നിരിക്കാനായിരിക്കും താല്പര്യം. അതാണ് അവൻ ഓടി എപ്പോഴും വന്ന് ഇവരുടെ മടിയിലിരിക്കാൻ. അങ്ങനെയൊക്കെ ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അതേസമയം നമ്മളോട് ഷൗട്ട് ചെയ്ത് ഡെസ്കിനിട്ട് അടിച്ച് ചൂരലിട്ട് അടിക്കുമ്പോഴേക്കും ഇതുങ്ങൾ അങ്ങ് പേടിച്ച് ഉള്ളിലുണ്ടായ അതുപോലും അവർക്ക് പുറത്തു വരാതെ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പൊ ഈ 2 കാര്യങ്ങളാണ് ഫ്രീഡം എന്നുള്ളത് കൊണ്ട് ആ ഒരു എൻവയോൺമെന്റിൽ അവർക്ക് വരുന്നത്. ഇനി ഈ ഫ്രീഡത്തിന് ലിമിറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ്. നിങ്ങൾ വായിക്കുമ്പോൾ ഇത് മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്കൊരു റിഫ്രഷിംഗ് സെഷൻ ഒരു 1.5 hours 2 hours നീണ്ടാലും കുഴപ്പമില്ല. നമ്മൾ ഈ ലെസണിനെയും പാർട്ട് 3യുടെ ലെസൺസിനെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഈ ഫ്രീഡം വിത്തിൻ ലിമിറ്റ്സ് എന്നുള്ളത് എങ്ങനെയാ വരുന്നത് നമുക്ക് നോക്കാം. അതായത് കുട്ടിക്ക് ഫ്രീ ആയിട്ട് അവിടെ നടക്കാൻ പറ്റും, എല്ലാം നമ്മൾ പറഞ്ഞു. ഏതൊരു ആക്ടിവിറ്റി ചെയ്യാനുള്ള മെറ്റീരിയൽസ് പോയി എടുക്കാനും എല്ലാമുള്ള ഫ്രീഡം ഉണ്ട്. പിന്നെ നമ്മളവിടെ മാറ്റ് യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ മറ്റു കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യാതെ കുട്ടി ഇരുന്ന് ചെയ്യും. പിന്നെ ഡെമോ കൊടുക്കുമ്പോ ആ ഒരു രീതിയിൽ തന്നെയാണ്. ഡെമോ മാത്രല്ല, ആദ്യമായിട്ട് സ്കൂളില് കുട്ടിയും പാരന്റും കൂടെ വരുമ്പോ അവിടുത്തെ പ്രിൻസിപ്പളിന്റെ പകരം ഡയറക്ടർസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഡയറക്ടർ എന്ന് പറയുന്നത് ഡയറക്ടർസ് ലേഡീസ് ആയതുകൊണ്ടാണ് ഡയറക്ടർസ് എന്ന് പറയുന്നത്. ഞാൻ പോയ മോണ്ടിസോറി സ്കൂളില് സാറായിരുന്നു, സോ ഡയറക്ടർ. അപ്പോ ആ ഒരു ഡയറക്ടർസ് ആണ് സ്കൂള് മുഴുവനും പരിചയപ്പെടുത്തുന്നത്. ഗേറ്റിന്റെ അവിടെ നിന്ന് സ്കൂളിലെ മറ്റ് സ്റ്റാഫും അസിസ്റ്റന്റുകളും ഒക്കെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടാവും. ഫണ്ടമെന്റൽ ഇമ്പോർട്ടൻസ് ഓഫ് ദ റൈറ്റ് ടു ഫ്രീഡം. യെസ്, അപ്പൊ ഇത് ഗേറ്റിന്റെ അവിടെ നിന്ന് ബാക്കിയുള്ള സ്റ്റാഫുകളും ഒക്കെ ഇൻവൈറ്റ് ചെയ്യും. അകത്തേക്ക് ചെല്ലുമ്പോൾ സ്കൂളല്ല, ക്ലാസ് റൂമും അല്ല, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ആ ഒരു എൻവയോൺമെന്റ് പരിചയപ്പെടുത്തുന്നത് ഡയറക്ടേഴ്സ് ആയിരിക്കും. അദ്ദേഹം ഓരോ കാര്യം ചെയ്യുമ്പോഴും നടക്കുമ്പോഴും പലതവണ റിപ്പീറ്റ് ചെയ്യും. വി ഹാവ് ടു മൂവ് ജെന്റ്ലി, വി ഹാവ് ടു സ്പീക്ക് സോഫ്റ്റ്ലി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് കുഞ്ഞിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പൊ ആ ഡയറക്ടറുടെ ആക്ഷനും അങ്ങനെ തന്നെയായിരിക്കും. ഡയറക്ടേഴ്സിന്റെ ആക്ഷൻ പതുക്കെ നടന്ന് പതുക്കെ വളരെ സ്നേഹത്തോടെ ചിരിച്ച് സംസാരിക്കുമ്പോൾ ഇവനത് ഫോളോ ചെയ്യാൻ തുടങ്ങും. ഒരു ദിവസം മുഴുവനും പിറ്റേ ദിവസമൊക്കെ ഇതിങ്ങനെ കേൾക്കുമ്പോൾ റിപ്പീറ്റഡ്ലി കേൾക്കുമ്പോൾ അവരത് ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് അവനും അവിടെ ആ ഒരു ഏരിയയിലൂടെ നടക്കുമ്പോൾ ശ്രദ്ധിച്ച് നടക്കും. അവിടെ ഇരിക്കുന്ന മെറ്റീരിയൽസ് തട്ടി വീഴാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു. അപ്പോൾ
അങ്ങനെയാണ് അവനിൽ റെസ്പെക്ട് ഫോർ അതേഴ്സും, റെസ്പെക്ട് ഫോർ മെറ്റീരിയൽസ്, റെസ്പെക്ട് ടു ദ എൻവിയോൺമെന്റ്, റെസ്പെക്ട് ഫോർ ഹിംസെൽഫ്, അങ്ങനെ എല്ലാം വരും. അവനോട് തന്നെ അവന് റെസ്പെക്ട് വരും, അതുപോലെ തന്നെ ചുറ്റുപാടിനോട് റെസ്പെക്ട് വരും. കാരണം ഫസ്റ്റ് ഡേ വരുമ്പോഴേ തന്നെ ഡയറക്ടേഴ്സ് പറഞ്ഞത് ഇവന്റെ ഉള്ളിലുണ്ട്, വി ഹാവ് ടു മൂവ് ജെന്റ്ലി, ഡോണ്ട് ഡിസ്റ്റർബ് എനി വൺ, ഡോണ്ട് ഡിസ്റ്റർബ് എനിത്തിങ്, ഡോണ്ട് മേക്ക് എനി, അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ വളരെ സോഫ്റ്റ് ആയിട്ട് പറയുമ്പോൾ അവൻ അത് ഫോളോ ചെയ്ത് പോവാണ്. സോ ആ എൻവിയോൺമെന്റിനോട് റെസ്പെക്ട് ഉണ്ടാകും, റെസ്പെക്ട് ഫോർ അതേഴ്സ് ഉണ്ടാകും. ഇവൻ എന്തൊക്കെ ആക്ടിവിറ്റീസ് അവിടെ ചെയ്താലും ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നോക്കും. ഈ അഥവാ അങ്ങനെ ചെയ്യാത്ത കുട്ടികളെ നമ്മൾ ഡീവിയേറ്റഡ് എന്നുള്ള രീതിയിലാണല്ലോ കാണുന്നത്. അവർക്ക് സെപ്പറേറ്റ് ആക്ടിവിറ്റീസ് കൊടുത്ത് അവരെ പതുക്കെ നോർമലൈസ്ഡ് ആക്കി മാറ്റും. അതൊരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നുമല്ല, അതും പേടിപ്പിച്ചും ഷൗട്ട് ചെയ്തൊന്നുമല്ല. അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ആക്ടിവിറ്റീസ് കൊടുത്ത് കൂടുതൽ സമയം ഫെസിലിറ്റേറ്റർ അവരുടെ കൂടെ നിന്ന്, അതിപ്പോ ട്രഡീഷണൽ ടീച്ചേഴ്സ് ചെയ്യിക്കുന്ന പോലെ ചെയ്യിപ്പിക്കും. കാരണം അവർ ചെയ്യാൻ റെഡി ആയിട്ടുണ്ടാവില്ല. അപ്പൊ അവരെ ഇങ്ങനെ അതിലേക്ക് ഇൻട്രസ്റ്റ് ആക്കി പിന്നെ അവർ തന്നെ ചെയ്ത് അവർ നേരെ നോർമലൈസ്ഡ് എന്നുള്ള ഗ്രൂപ്പിലേക്ക് ആവുകയാണ് ചെയ്യുന്നത്. ഇനി മെറ്റീരിയൽസ് റെസ്പെക്ട് ചെയ്യണം. ഈ മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുട്ടിക്ക് ആ രീതിയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയറിലൂടെ പോയപ്പോ ഇങ്ങനെ പറഞ്ഞല്ലോ, വി ഹാവ് ടു മൂവ് ജെന്റ്ലി, വി ഹാവ് ടു സ്പീക്ക് സോഫ്റ്റ്ലി എന്നൊക്കെ പറഞ്ഞില്ലേ. അതുപോലെ തന്നെ മെറ്റീരിയൽസ് ആദ്യമായിട്ട് കാണിച്ചു കൊടുക്കുമ്പോഴും ഇത് നമ്മുടെയാണ് എന്നൊരു ഫീലും അവനിൽ വരുത്തണം. ഇതിങ്ങനെ യൂസ് ചെയ്യണം, താഴെ വീഴരുത്, അതിന് നമ്മൾ മാറ്റ് ഉപയോഗിക്കുന്നുണ്ട്, മാറ്റിൽ വെച്ച് വേണം ചെയ്യാൻ, ഷെൽഫിൽ നിന്ന് എടുക്കുമ്പോൾ അതിനനുസരിച്ച് സൂക്ഷിച്ചു കൊണ്ടുവരണം, അങ്ങനെയുള്ള രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവർക്ക് ആദ്യം കിട്ടും. അപ്പൊ മെറ്റീരിയൽസിനൊക്കെ ഏത് വേണമെങ്കിലും എപ്പോ ഉപയോഗിക്കാം. അപ്പൊ ഫ്രീ ആയിട്ട് മീൻസ് അത് എടുക്കാനുള്ള ഫ്രീഡവും ഉണ്ട്, ഏത് സമയത്തും ചെയ്യാനുള്ള ഫ്രീഡവും കിട്ടുമ്പോൾ നമ്മൾ എന്താ ഡെഫിനറ്റ്ലി അത് സൂക്ഷിക്കും അല്ലെ. അടുത്ത ദിവസം വന്ന് എനിക്ക് ചെയ്യേണ്ടതാണ്, അപ്പൊ സൂക്ഷിക്കണം, അല്ലെങ്കിൽ വേറൊരാൾക്ക് ചെയ്യാനുള്ളതാണ്, അപ്പൊ അത് നീറ്റ് ആയിട്ട് തന്നെ വെക്കണം, തിരിച്ചതുപോലെ വെക്കണം എന്നുള്ള ഇത്. അപ്പൊ റെസ്പെക്ട് ഫോർ മെറ്റീരിയൽസ് വരും. പിന്നെ റെസ്പെക്ട് ടു ദ എൻവിയോൺമെന്റ്, ആ ഒരു എൻവിയോൺമെന്റ് നമ്മൾ മാറ്റ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചുറ്റുപാടിനെ ഒന്നും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ആ ഡിസൈൻ എൻവിയോൺമെന്റിനെ നല്ല രീതിയിൽ തന്നെ, പ്രാക്ടിക്കൽ ഏരിയ ഉണ്ട് ഇവർക്ക്, അവിടെ എന്തെങ്കിലുമൊക്കെ വെള്ളം സ്പിൽ ഔട്ട് ആയി കഴിഞ്ഞാൽ അത് തുടയ്ക്കാനുള്ള മോപ്പുണ്ട്, എല്ലാ സാധനങ്ങളും ഇങ്ങനെ അടുക്കി വെക്കണം, അതൊക്കെ ഇങ്ങനെ അവര് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ എൻവിയോൺമെന്റ് നല്ല പോലെ ടേക്ക് കെയർ ചെയ്യണം, അത് ഞങ്ങൾ ഇവിടെ ഉള്ളതാണ്, ആ ഒരു ഫീല് വരും. എല്ലാ കുട്ടികളെയും ടീച്ചറിനെയും എല്ലാരെയും വളരെ എന്താ പറയുക ഇഷ്ടത്തോടു കൂടി അവരോട് ഭയങ്കര ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ കാണിക്കുന്ന രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യണം. പിന്നെ ഇങ്ങനെ എല്ലാം മറ്റുള്ളവരുടെ ചെയ്ത് കഴിയുമ്പോൾ അവനവനെ തന്നെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളതും കൂടെ അവന് വരുവാണ്. ഹി ഹാസ് ടു റെസ്പെക്ട് ഹിംസെൽഫ്. എല്ലാ മെറ്റീരിയലും റെസ്പെക്റ്റോട് കൂടി ചെയ്യുന്നു, അത് നശിപ്പിക്കാതെ, ഡിസ്ട്രക്ഷൻ ഒന്നും വരാതെ ചെയ്യുമ്പോൾ അവന് തന്നെ ഒരു ഫീല് വരാ, എനിക്കിത് അങ്ങനെ ചെയ്യാൻ പറ്റിയല്ലോ, ഞാൻ നല്ല നീറ്റ് ആയിട്ട് സൂക്ഷിച്ചു, സോ ഐ എം ഗുഡ്, ഐ എം സംതിങ് എന്നൊരു ഫീൽ അവന് വരുവാണല്ലോ. സോ ഐ എം ഓക്കെ ആണ്, ഞാൻ ഗുഡ് ആണെന്നൊരു ഫീൽ അവന് വരും. അവൻ നല്ലതുപോലെ അത് ചെയ്യുമ്പോൾ അത് ദാറ്റ് ഇസ് റെസ്പെക്ട് ഫോർ ഹിംസെൽഫ്, അവനോട് തന്നെയുള്ള റെസ്പെക്ട് ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ റെസ്പെക്ട് കേസ് ആ 4 പോയിന്റ്സ് ഇതായിരുന്നു. പിന്നെ പ്രോഗ്രസ്, നമുക്കറിയാലോ, ആദ്യമായിട്ടൊരു ആക്ടിവിറ്റി ഒരു കുട്ടി ചെയ്യുന്നു, അത് നെക്സ്റ്റ് ഡേ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നു, അവന്റെ ഒരു പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ട് അവന്റെ ഡെവലപ്മെന്റ് അനുസരിച്ച്. ഇസ് ഓൺ റേറ്റില് ഇപ്പോ ഒരു കുട്ടി ഒരു ആക്ടിവിറ്റി ഹാഫ് ആൻ അവർ കൊണ്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്, വേറൊരു കുട്ടിക്ക് ചിലപ്പോൾ 10 minutes ആയിരിക്കും എടുക്കുക. ദർ ഇസ് നോ കമ്പാരിസൺ. ചിലപ്പോ മാത്സിൽ ഒരു കുട്ടി ഭയങ്കരമായിട്ട് ചെയ്യും, ഒരു കുട്ടി ചിലപ്പോൾ ലാംഗ്വേജിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഓൺ റേറ്റിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഏരിയയും കൂടിയാണ് ഈ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. എല്ലാ ആക്ടിവിറ്റീസും കുട്ടിക്ക് ഒറ്റയ്ക്കായിട്ട് പ്രസന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു കുട്ടിക്ക് അവൻ ഏതിലാണോ ഇൻട്രസ്റ്റ് തോന്നുന്നത് അതായിരിക്കും അവൻ പോയി ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോ മാത്തമാറ്റിക്കൽ ഏരിയയിലുള്ള കാര്യങ്ങളെല്ലാം പ്രസന്റ് ചെയ്ത് കൊടുത്തു. അതിനു മുമ്പ് കുട്ടിക്ക് കൗണ്ടിങ്ങും നമ്പർ ഫെമിലറൈസേഷനും ആയിക്കഴിഞ്ഞാലല്ലേ നമുക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ കൗണ്ടിങ് അറിയില്ല, നമ്പറും അറിയാത്ത കുട്ടിയെ നമ്മൾ ആ ഒരു ആക്ടിവിറ്റിയിലേക്ക് കൊണ്ടുപോകില്ലല്ലോ. അപ്പൊ അങ്ങനെ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്, മെറ്റീരിയലിന്റെ ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്നത്.
അപ്പൊ അവരുടെ സ്പീഡിനനുസരിച്ച് അവരെ കാര്യങ്ങൾ ചെയ്യാൻ, അല്ലാതെ വേഗം ചെയ്യും സമയം തീരാറായി എന്ന് പറയാനൊന്നും അവിടെ ഒരാളില്ല. എത്ര ടൈമാണോ എടുക്കുന്നത് ആ ടൈം എടുത്ത് അവരുടെ പേസിൽ അവരുടെ സ്പീഡിൽ അവർക്ക് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാത്സിന്റെ പ്രോബ്ലം ചെയ്യുന്ന കുട്ടി. ചിലപ്പോൾ സ്പീഡായിരിക്കും അവന് കുറവ്, അവന് ആൻസറിലേക്ക് എത്താനുള്ള എല്ലാ ഐഡിയാസും ഉണ്ടായിരിക്കും, പക്ഷെ അവൻ എത്തുന്നതിന് മുമ്പ് തന്നെ ഇനഫ് സ്റ്റോപ്പ് റൈറ്റിംഗ് എന്ന് പറയുമ്പോഴേക്കും അവനാകെ അതവിടെ പകുതിക്ക് നിൽക്കുവാണ്. പക്ഷെ ഇവിടെ കുട്ടിയുടെ ടൈം അനുസരിച്ച് എത്ര ടൈമാണോ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ഫ്രീഡം ഉണ്ട്. ഓക്കെ, ഇനി ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. നെക്സ്റ്റ് വൺ, ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. കുട്ടികൾക്ക് ക്ലാസ് റൂമിൽ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ മൂവ് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ആ എൻവിയോൺമെന്റിനെ നശിപ്പിക്കുക, മറ്റു കുട്ടികളെ ഉപദ്രവിക്കുക, അങ്ങനത്തെ രീതിയൊന്നുമല്ല കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിലും നേരിട്ട് മോണ്ടിസോറി സ്കൂളിൽ പോയി കണ്ടപ്പോ എനിക്ക് ഭയങ്കര രസമായിരുന്നു. ഞാൻ പോയത് പ്യുവർ മോണ്ടിസോറി ആയിരുന്നു. ശരിക്കും നല്ല, അവിടെ ഒരു കുഞ്ഞു ബേബി ഉണ്ടായിരുന്നു കേട്ടോ, 2.5 വയസ്സുള്ളത്. ശരിക്കും 3 വയസ്സ് ഉള്ളവരെയാണ് അവിടെ എടുക്കുന്നത്. പക്ഷെ എന്നാലും അവരുടെ റിക്വസ്റ്റ് കാരണം ആ കുട്ടിയെ, കാരണം അതിന്റെ അമ്മ 2ാമത് പ്രഗ്നന്റ് ആവും അങ്ങനെ എന്തോ ചെയ്തപ്പോ കുട്ടിയെ കുറച്ചു നേരം അവിടെ കൊണ്ട് നിർത്തും. അവൻ മാത്രമാണ് അവിടെ വാശി പിടിച്ച് കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ള കുട്ടികളെല്ലാം ഭയങ്കര സബ്മിസീവായിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവരുടെ ഒരു ഓൺ പേസ്ഡ് അവർ ചെയ്യും. ഇപ്പോ എന്റെ കൂടെ അവിടെ ഒരു ടീച്ചറും, അവര് നോർത്ത് ഇന്ത്യയിൽ എങ്ങാണ്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ മോണ്ടിസോറി കഴിഞ്ഞ ഞങ്ങള് വേറെ 2 പേരും, ഞങ്ങള് 4 പേരും അവിടെ ഉള്ളത്. സാറ് ഉച്ച വരെ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ സാറ് വീട്ടിലേക്ക് പോകും, വീട് ഓപ്പോസിറ്റാ. അപ്പൊ സാറിന്റെ കസിനാണ് UP-ലൊക്കെ വർക്ക് ചെയ്ത ടീച്ചർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറ് പോയി കഴിയുമ്പോഴേക്കും പുള്ളിക്കാര് ബോർഡും ചൂരലുമായിട്ട് വരും. വന്നിട്ട് ഈ ഏജ് കൂടുതലുള്ള കുട്ടികളുണ്ടല്ലോ അവരെ മാത്രം പിടിച്ചിട്ട് കഴിയുമ്പോ കുട്ടികളെ റെസ്റ്റ് ചെയ്യുന്ന സമയം, ഉറങ്ങുന്ന ടൈമാണ്. അപ്പം ഈ കുട്ടികളെ മാത്രം ഉറങ്ങാൻ സമ്മതിക്കില്ല. ഇവരെ പിടിച്ചോണ്ട് വന്നിട്ട് ഇത് മാത്സ് പഠിപ്പിക്കലും അഡീഷൻ പഠിപ്പിക്കലും ഒക്കെ ആട്ടോ. ഞങ്ങൾ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, നമ്മൾ പഠിച്ചത് തന്നെയല്ലോ. എന്നിട്ട് സാർ ഇത് അറിയണമില്ല, അവിടെ അങ്ങനെ ക്യാമറയൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് കുട്ടികളുടെ നേരെ ഷൗട്ട് ചെയ്ത് ഇവർ ഈ അക്ഷരം പഠിപ്പിക്കില്ല, മാത്സ് പഠിപ്പിക്കലാണ് ഇവരുടെ ജോലി. അങ്ങനെ സാറ് വന്നു. സാർ ഒരു പക്ഷെ അത് കണ്ടു, മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും സാറിന്റെ കസിനാണെന്നൊന്നും നോക്കിയില്ല. സാർ അവിടെ നിന്ന് പിരിച്ചുവിടുക ചെയ്തത് സ്കൂളിൽ നിന്ന്. ഇപ്പം ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്നുള്ള കാര്യമുണ്ട്. മൂവ്മെന്റിന്റെ കാര്യം ഫ്രം ദ ഫസ്റ്റ് ഡേ തന്നെ അവരുടെ ഡയറക്ടേഴ്സ് ചെയ്യുന്ന ഒരു ഡെമോ അവർ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് അവരുടെ ഉള്ളിലുണ്ടാവും. അവർക്ക് ക്ലാസ്സിൽ നിന്ന്, ക്ലാസ് എന്ന് പറയുന്നത് ആ എൻവയോൺമെന്റ് ആണോ, എൻവയോൺമെന്റിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ധാരാളം വരാന്തകളുണ്ട്. അപ്പൊ ഒറ്റയ്ക്ക് ചെയ്യാം, വേറൊരാൾ അവരെ കൊണ്ടുപോയി പുറത്ത് നിർത്തണം എന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒബ്സർവ് ചെയ്യണം, കുട്ടി എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. കാരണം ഡേഞ്ചർ, ഇത്രയും ഫ്രീഡം കൊടുക്കുമ്പോൾ ഡേഞ്ചർ എന്നുള്ളൊരു കാര്യം കൂടെ വരുന്നുണ്ടല്ലോ. എങ്ങോട്ട് പോയി എന്ന് മനസ്സിലാവാതെ രീതിയിലൊന്നും ആയി പോരുത്. അത് ക്ലാസ് റൂം ആയിട്ടൊന്നും ഡിവൈഡ് ചെയ്തിട്ടില്ല, വർക്ക് പീരീഡ് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് വളരെ സുഖമാണ് അവർക്ക് മൂവ്മെന്റ് എന്നുള്ളത്. കീർത്തി അവിടെ സൈഡിൽ ഇങ്ങനെ ഓരോ ഫ്രീഡം അത് എഴുതുന്നുണ്ട്, നിങ്ങൾ അതും വായിച്ചു പോവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. നെക്സ്റ്റ്, ഫ്രീഡം ഓഫ് ചോയ്സ്. പറഞ്ഞല്ലോ, നീ മാത്സ് പഠിക്കാവോ എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തുന്നില്ല, ഈ ആൽഫബറ്റ്സ് പഠിക്കുമെന്ന് പറഞ്ഞ് പിടിച്ചിരുത്തുന്നില്ല. എന്താണോ അവർക്ക് ഇഷ്ടമുള്ളത് അത് പോയിട്ട് അവര് പോയി സെലക്ട് ചെയ്യുക. ഫ്രീ ടു സെലക്ട് ദെയർ ഓൺ ആക്ടിവിറ്റീസ്. ആ ഒരു എൻവയോൺമെന്റിൽ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനായിട്ട് പറ്റും, ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് അവരുടെ ഒരു ചോയ്സ് ആണ്. അപ്പൊ ആ ഒരു ഇത് പറഞ്ഞു, ഒരു ചെറിയൊരു ഷെയർ ചെയ്തോന്ന് എനിക്ക് ഓർമ്മയില്ല. എന്താ പറയാ, കാൻറ്റിഡ എന്ന് പറഞ്ഞ ഒരു അസിസ്റ്റന്റ് മറിയ മോണ്ടിസോറിക്ക് ഉണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറഞ്ഞില്ല? ഓക്കെ. കാൻറ്റിഡ എന്ന് പറഞ്ഞൊരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു മറിയ മോണ്ടിസോറിക്ക്, മോണ്ടിസോറി ഈ എൻവയോൺമെന്റിൽ, ആ ഒരു കാസാഡെ കമ്പനിയില്. അപ്പോ ആദ്യമൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഷെൽഫില് മെറ്റീരിയൽസ് എല്ലാം എടുത്തു വെച്ച് ലോക്ക് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് അവരാണ് എടുത്തു കൊടുക്കുന്നത് കുട്ടികൾക്ക് ഓരോ മെറ്റീരിയലും, കുട്ടികളായിട്ടല്ലായിരുന്നു. അതാണ് പറയുന്നത്, ഓരോ കാലഘട്ടം കഴിയുന്നതോറും മോണ്ടിസോറി മെത്തേഡ് അപ്ഡേറ്റഡ് ആവുക. ഈവൻ മറിയ മോണ്ടിസോറിയുടെ സമയത്തും ഓരോ ആക്സിഡന്റ് അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നടക്കുന്ന ചില ഇവന്റ്സ് കാരണം ആ മെത്തേഡിൽ മോഡിഫിക്കേഷൻ മറിയ മോണ്ടിസോറി തന്നെ വരുത്തുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചൊരു കാര്യമാണ്. അന്നൊക്കെ ക്ലോസ്ഡ് ഷെൽഫ് ആയിരുന്നു. ഈ ഒരു ഡയറക്ടർസ് അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ ആണ് എടുത്ത് വന്നിട്ട് കുട്ടികൾക്ക് ഓരോന്നായിട്ട് കൊടുക്കുന്നതും അവർ ചെയ്ത് കഴിയുമ്പോൾ അത് തിരിച്ച് എടുത്ത് വെച്ച് ഷെൽഫ് ലോക്ക് ചെയ്തു.
ഒരു ദിവസം കാൻഡിഡ മറന്നുപോയി ഷെൽഫ് ലോക്ക് ചെയ്യാനായിട്ട്. ഇത് തുറന്നു കിടക്കായിരുന്നു. പിറ്റേ ദിവസം കാൻഡിഡ എത്താനായിട്ട് കാസാഡെ കമ്പനിയിൽ എത്താനായിട്ട് ലേറ്റ് ആയപ്പോ കാൻഡിഡ വരുമ്പോ കാണുന്ന കാഴ്ച, കുട്ടികൾ നേരത്തെ വന്നല്ലോ, സമയത്ത് വന്നു. അവര് വന്ന് നോക്കുമ്പോ ഷെൽഫ് ഇങ്ങനെ തുറന്നു കിടക്കുന്നു. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ളത് എടുത്തുകൊണ്ട് പോയിട്ട് അവർ ചെയ്യാൻ തുടങ്ങിയിട്ട് ആക്ടിവിറ്റീസ് ചെയ്യാൻ തുടങ്ങി. കാൻഡിഡ വരുമ്പോ കാണുന്ന കാഴ്ച ഇതാണ്. കാൻഡിഡയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു. കാൻഡിഡ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. പറഞ്ഞു കുട്ടികൾ സ്റ്റീൽ ചെയ്തു എന്നാണ് കാൻഡിഡ പറഞ്ഞു, മോഷ്ടിച്ചു. ഇങ്ങനെയാ മറിയം മോണ്ടിസോറി പറഞ്ഞു, റിലാക്സ് ചെയ്യൂ, നമുക്ക് നമ്മുടെ മെത്തേഡ് ഒന്ന് മാറ്റാം. അതായത് ഈ ക്ലോസ്ഡ് ഷെൽഫിന് പകരം പിന്നീട് ഓപ്പൺ ഷെൽഫുകളാക്കി, അത് ചൈൽഡ് ഫ്രണ്ട്ലി ആക്കി. ഓരോ ഏരിയയിലും ഷെൽഫുകൾ നിറയെ വെച്ചു. ആ ഏരിയയിൽ വരുന്ന മെറ്റീരിയൽസ് എല്ലാം ആ ഷെൽഫിൽ വെച്ചു. അപ്പൊ കുട്ടികൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ, ചൈൽഡ് സൈസ് ചെറുതാണല്ലോ ഷെൽഫൊക്കെ, അവിടെ പോയിട്ട് അവരെടുത്തോണ്ട് വരും. എടുത്തോണ്ട് വന്നിട്ട് അവര് ആക്ടിവിറ്റി ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഫ്രീഡം ഓഫ് ചോയ്സ് വരുന്നത്. അതുവരെ ഇങ്ങനെ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു, പിന്നെ വന്നതാണിത്. അപ്പൊ ഓരോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്ന ഓരോ ഇവന്റിൽ നിന്ന് കുട്ടികളെ ചെയ്ത അത് കണ്ട് മറിയം മോണ്ടിസോറി അത് ഒബ്സർവ് ചെയ്തപ്പോ മറിയം മോണ്ടിസോറിക്ക് മനസ്സിലായി ഇതാണ് റൈറ്റ് വേ, ഇതാണ് ശരിയായ രീതി. അപ്പൊ ഫ്രീഡം ഓഫ് ചോയ്സ് വന്നു. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ തുടങ്ങിയപ്പോ അവര് മോർ ഇൻട്രസ്റ്റഡ് ആയി. അവര് നല്ല രീതിയിൽ അത് ഫിനിഷ് ചെയ്യാനായിട്ട് തുടങ്ങി. അതാണ് ഫ്രീഡം ഓഫ് ചോയ്സ്. അവന്റെ ഓട്ടോ എഡ്യൂക്കേഷൻ തന്നെത്താനെയാണ് അവൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ. ഓട്ടോ എഡ്യൂക്കേഷൻ മാത്രല്ല, ഇപ്പൊ പിങ്ക് ടവർ, ഞാനൊരു വൈവയുടെ ഒരു കുട്ടിയുടെ കുഞ്ഞു മോനെയും കൊണ്ടാണ് വന്നിരുന്നത്. അപ്പൊ പിങ്ക് ടവർ ഒക്കെ കാണിച്ചു തന്നപ്പം അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുക. കാരണം അമ്മയുടെ വൈവ കഴിഞ്ഞിട്ട് വേണം അവന് ഈ സാധനം മുഴുവൻ എടുക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു ആ പിങ്ക് ടവർ നേരെ നല്ല ഇത് ഓർഡർ ആയിട്ട് വെച്ചിരിക്കുകയാണ്, അതൊക്കെ ഫുൾ അങ്ങ് മാറ്റാൻ പറഞ്ഞു. അങ്ങനെ ഫുൾ മാറ്റിയിട്ട് മോനെ കൊണ്ട് ചെയ്യിക്കാൻ പറഞ്ഞു. അവൻ എന്ത് രസമായിട്ടാ ചെയ്തത്. സ്കൂളിലൊന്നും ചേർത്തിട്ടില്ല, സ്കൂളിലേക്ക് ആവുന്ന പ്രായമാവുന്നുള്ളൂ. അതല്ല, ഒരെണ്ണം ജസ്റ്റ് ഇങ്ങനെ ചരിഞ്ഞിരുന്നപ്പോ അവനത് കറക്റ്റ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മാറിയും തിരിഞ്ഞ് ഓരോ ആംഗിളിൽ നിന്ന് നോക്കിയിട്ട് അതിങ്ങനെ കറക്റ്റ് വെച്ച് മുഴുവനും ആ 10 ക്യൂബ്സും അവൻ നല്ലപോലെ വെച്ചു. അപ്പൊ അതാണ് ആ കുട്ടികൾക്ക് ആ ഫ്രീഡം ഓഫ് ചോയ്സ്, അല്ലെങ്കിൽ ആ ഫ്രീഡം, ആ ഓട്ടോ കറക്ഷൻ. ആദ്യത്തെ 1-2 പോയപ്പോ കറക്റ്റ് ആയി. ആ ഒരു 6ാമത്തെ 5ാമത്തേക്ക് ആകുമ്പോഴേക്കും ചെറിയൊരു വ്യത്യാസം, 1 സെന്റിമീറ്റർ വ്യത്യാസമല്ലേ വരുന്നുള്ളൂ. അപ്പൊ അത് വന്നപ്പോ തിരിഞ്ഞു പോയി വെച്ച് നിർത്തി. അപ്പൊ വേഗം ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നോക്കിയപ്പോ അത് ശരിയായില്ല എന്ന് മനസ്സിലായപ്പോ വീണ്ടും അത് കറക്റ്റ് ചെയ്തു. ഓട്ടോ കറക്ഷൻ ആണ്. ഓട്ടോ എഡ്യൂക്കേഷൻ, പിന്നെ ഓട്ടോ കറക്ഷൻ നടക്കുന്നുണ്ട്. കൺട്രോൾ ഓഫ് എറർ എന്നും പറയാം. ഈ ഓട്ടോ കറക്ഷൻ തന്നെത്താൻ അവൻ തന്നെ കറക്റ്റ് ചെയ്യുവാണല്ലോ, കൺട്രോൾ ഓഫ് എറർ. അപ്പൊ വരുന്ന എറേഴ്സ് പിന്നെ അതിനെ കൺട്രോൾ ചെയ്യുന്നത് ആ കുട്ടി തന്നെയാണ്. നമ്മൾ ആരും ചെന്നിട്ട് നീ ചെയ്തത് ശരിയായില്ല, ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമല്ല പറഞ്ഞു കൊടുക്കുന്നത്. അവൻ തന്നെ അത് റിപ്പീറ്റ് ചെയ്ത് ആ കൺട്രോൾ ഓഫ് എറർ വരും. അപ്പൊ മോണ്ടിസോറി മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓട്ടോ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ്, കൺട്രോൾ ഓഫ് എററിന് വേണ്ടിയിട്ടാണ് അല്ലെ. കൺട്രോൾ ഓഫ് എറർ, ഓട്ടോ എഡ്യൂക്കേഷൻ, ഇതെല്ലാം മെറ്റീരിയൽസിന്റെ ഫീച്ചേഴ്സ് ആണ്. നെക്സ്റ്റ്, ഫ്രീഡം ഓഫ് സ്പീച്ച്. ട്രഡീഷണൽ ക്ലാസ് റൂമിൽ നിന്ന് ഡിഫറെന്റ് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. കുട്ടികൾക്ക് എന്തും, അതായത് അവരൊന്നും സപ്രസ് ചെയ്ത് വെക്കുന്നില്ല, എന്തും അവർ ഓപ്പൺ അപ്പ് ആയിട്ട് പറയുവാണ്. ആക്ടിവിറ്റീസ് ചെയ്യാം എപ്പോഴാണോ ആ സമയത്ത് അവർക്ക് ഇഷ്ടമുള്ളപ്പോ. ഫോഴ്സ് ചെയ്ത് ഒന്നും അവരോട് ചെയ്യാനായിട്ട് പറയുന്നില്ല. അവർക്ക് വേണമെങ്കിൽ ഗ്രൂപ്പായിട്ട് ചെയ്യാം, ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്കും അങ്ങനെയും ചെയ്യാം. ഷെയർ ചെയ്യാം മറ്റു കുട്ടികളുമായിട്ട്. അവർക്ക് റെഡി ആയിരിക്കുമ്പോൾ അങ്ങനെ ചെയ്യാം. അവർക്ക് ആ ഇൻട്രസ്റ്റ് ഇല്ല, ഒറ്റയ്ക്കാ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒന്നിനും അവരെ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല. അവരുടെ നാച്ചുറൽ എന്താണോ അവർക്ക് തോന്നുന്നത് ആ കാര്യങ്ങളാണ് അവരവിടെ ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത് അത് സ്പോണ്ടേനിയസ് ആയിട്ട് അവർക്ക് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മോണ്ടിസോറി അത് നമ്മളൊരു പ്യുവർ മോണ്ടിസോറി സ്കൂളൊന്ന് കാണാൻ പോയി കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് മനസ്സിലാവും കേട്ടോ. അവിടെ കുട്ടികൾ ചെയ്യുന്ന രീതികൾ ഒക്കെ അവരെ നമ്മൾ കൺട്രോൾ ചെയ്ത് സപ്രസ് ചെയ്ത് അങ്ങനെ വെക്കുമ്പോഴാണ് ഇവര് കുറെയൊക്കെ ഇങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു ഒരു സെൽഫിഷ്നെസ് ഒക്കെ ചെറുപ്രായത്തിൽ വരാനൊക്കെ ഉള്ള കാരണം അതായിരിക്കും. അതേസമയം ഇങ്ങനൊരു ഗ്രൂപ്പിൽ അങ്ങനെ ഇങ്ങനൊരു എൻവയോൺമെന്റ് ആകുമ്പോൾ അവർക്ക് ആ ഒരു കാര്യം ഉണ്ടാവില്ല. ഞാൻ കണ്ടിട്ടുള്ള ആ ഒരു സ്കൂളിലെ കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയത് അതായിരുന്നു. അപ്പൊ ഇവർക്ക് അവർക്ക് നമ്മുടെ ഒരു കൊച്ചിന് അവന് ഇഷ്ടമുള്ള കാര്യങ്ങള് വലിയ ബുദ്ധിമുട്ട് മറ്റുള്ളവർക്ക് ഉണ്ടാക്കാത്ത രീതിയിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനൊരു ഫ്രീഡം കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും അവരനുസരിക്കും അല്ലേ. സോ ആ ഒബീഡിയൻസ് അവരിൽ
സെൽഫ് ജനറേറ്റ് ആവുകയാണ്. പിന്നെ അവരെന്ത് ആ ഡയറക്ടേഴ്സ് ഇഷ്ടമുള്ള ആൾ എന്ത് പറഞ്ഞാലും അത് ശ്രദ്ധിക്കും, അത് കേൾക്കും. ഒബീഡിയൻസ് ഒക്കെ അവർക്ക് സെൽഫായിട്ടാണ് അവരിൽ ജനറേറ്റ് ചെയ്യുന്നത്. അതാരും പേടിപ്പിച്ചോ വഴക്ക് പറഞ്ഞോ പണിഷ് ചെയ്തോ അല്ല കുഞ്ഞുങ്ങളിൽ ഡിസിപ്ലിനും ഒബീഡിയൻസും ഉണ്ടാകുന്നത്. അപ്പൊ സെൽഫ് ഡിസിപ്ലിൻ, സ്ട്രക്ചർ, ഓർഡർ, ഒബീഡിയൻസ് ഇതെല്ലാം ഇവരിൽ തന്നെ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ മറ്റു ആളുകളെ അവരെ ഇന്ററപ്റ്റ് ചെയ്യില്ല, മറ്റു ആളുകൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല അല്ലെ. ഒരു സെൽഫ് ഡിസിപ്ലിൻ ഒബീഡിയന്റ് ആയിട്ടുള്ള ഒരാൾ വേറൊരാൾക്ക് ന്യൂസൻസ് ഉണ്ടാക്കില്ലല്ലോ. അപ്പൊ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ സ്കൂളിനേക്കാളും ഒരു ഡിഫറെന്റ് ആയിട്ടാണ്. അപ്പൊ ട്രഡീഷണൽ സ്കൂളിൽ എന്താണോ കുട്ടികൾക്ക് മിസ്സാവുന്നത് അല്ലെങ്കിൽ അവർക്ക് എന്താണോ അവർക്ക് പെർമിറ്റ് ചെയ്യാത്തത് അതെല്ലാമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇങ്ങനെ വരുമ്പോ ഫ്രീഡം ടു ഗ്രോ, അവര് സെൽഫ് കൺസ്ട്രക്ഷൻ തന്നെ നടക്കും. അവരുടെ ഡെവലപ്മെന്റ് അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒന്നുമില്ല. ആ ഒരു ഫ്രീഡം ടു ഗ്രോ ഇതിന്റെ ഭാഗമായിട്ട് വരും. പിന്നെ നമുക്കറിയാം കുട്ടികൾക്ക് അവരെ നമ്മൾ കെയർ ചെയ്യണം, സ്നേഹിക്കണം, ഒക്കെ ഭയങ്കര ഇഷ്ടം. അവരും മറ്റ് ചിലപ്പോ പെറ്റ്സിനെയൊക്കെ ഭയങ്കര കെയർ ചെയ്യണതും നമ്മളെയൊക്കെ വന്ന് കൊഞ്ചിക്കാറൊക്കെ ഉണ്ടല്ലോ കുഞ്ഞുങ്ങള്. അതാണ് ഫ്രീഡം ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ്. അത് അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതിനുള്ള റൈറ്റ്സ് അവർക്കുണ്ട്, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള റൈറ്റ്സ് ഉണ്ട്, അതും അൺകണ്ടീഷണലി. ഇത്ര നേരെ ഈ ഒരു സമയം അങ്ങനെ ടൈം ടേബിൾ വെച്ചിട്ടൊന്നുമല്ലോ നമ്മൾ സ്നേഹിക്കുന്നില്ലേ. സോ അൺകണ്ടീഷണൽ ആയിട്ട് അവർക്ക് അബണ്ടൻസ് ഓഫ് ലവ് ഷവർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അപ്പൊ അവരും തിരിച്ചു അതുപോലെ തന്നെ ചെയ്യും. അവരങ്ങനെ ലവ് ചെയ്യുന്നു. ഇപ്പൊ നമ്മളെ ഒരാള് സ്നേഹിക്കുന്നുണ്ട്, നമ്മളോടൊരു കരുതൽ കാണിക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ലേ, യെസ് ഐ ആം സംതിങ് ഫോർ ദം. നമ്മൾ വാല്യൂഡ് ആണ്, ഞാൻ എന്തോ ആണ്, അതുകൊണ്ടാണ് എന്നെ അവര് അത്രയും കെയർ ചെയ്യുന്നത് നമുക്ക് ഫീൽ തോന്നുന്നത്. അപ്പൊ അങ്ങനെ അഫെക്ഷനോടുകൂടി സ്നേഹത്തോടുകൂടി പെരുമാറുമ്പോൾ കുട്ടികൾക്ക് ആ ഒരു ഫീൽ വരും, യെസ് ഐ ആം ഗുഡ് ഫോർ സംതിങ്. അങ്ങനെ ഫീൽ വരും, വാല്യൂ ചെയ്യും, അവർക്ക് ആ റെസ്പെക്ട് അതെല്ലാം കിട്ടും. അപ്പൊ അവർക്കും മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ടുള്ള ആ ഒരു കപ്പാസിറ്റി അവരിലും ബിൽഡ് ചെയ്ത് വരും. ആ സെയിം വേയില് നമ്മൾ അവരോട് നല്ല സ്നേഹത്തോടെ പെരുമാറുമ്പോൾ അവർ തിരിച്ച് ബാക്കിയുള്ളവരോട് അതുപോലെ തന്നെ. നെക്സ്റ്റ് ഫ്രീഡം ഫ്രം ഡേഞ്ചർ. നമുക്കറിയാം നമ്മൾ ഇത്രയും ഫ്രീഡം കൊടുക്കുന്നു. അറിയാം മോണ്ടിസോറി എൻവയോൺമെന്റില് മോണ്ടിസോറി എൻവയോൺമെന്റ് 5 ഏരിയ ആയിട്ട് തിരിച്ചതിൽ ഒന്നാണ് പ്രാക്ടിക്കൽ ഏരിയ, പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. അവിടെ കുട്ടികൾ സോഷ്യൽ സ്കിൽസ്, ലൈഫ് സ്കിൽസ് ഒക്കെയാണ് പഠിക്കുന്നത് അല്ലെ. അതായത് ഇപ്പൊ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ, വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ, ഗ്ലാസിന്റെ ബോട്ടിലും പ്ലേറ്റും ഒക്കെ ഉണ്ടാവും. അതൊക്കെ അവർ ചിലപ്പോൾ ക്ലീൻ ചെയ്യുന്നുണ്ടാവും, ക്യാരി ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ അവിടെ ഒരു ഡേഞ്ചർ എന്നുള്ളൊരു സംഭവം ഉണ്ട്. താഴെ വീണ് പൊട്ടാം, ഗ്ലാസസ് അവരുടെ മേത്ത് കൊള്ളാം, കൈ കത്തി കൊണ്ട് മുറിയാം, എന്ത് കാര്യങ്ങളെല്ലാം. അപ്പൊ അവർക്ക് കറക്റ്റ് ആ ഒരു ഡെമോ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവര് സൂക്ഷിക്കും. ഭയങ്കര കോൺസെൻട്രേഷൻ ആയിരിക്കും. ചെറുപ്രായത്തിൽ അവരുടെ പവർ ഓഫ് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ ഒക്കെ കൂടുതലായിരിക്കും. ഇത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ മുറിയും എന്നുള്ളത് അവരുടെ ബ്രെയിനിൽ ഇങ്ങനെ സ്റ്റോർഡാണ്. അല്ലെങ്കിൽ പ്ലേറ്റ് സൂക്ഷിച്ചു പിടിച്ചു പോയില്ലെങ്കിൽ താഴെ വീണ് പൊട്ടും. അവരുടെ ബ്രെയിനിൽ അവർ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഫ്രീഡം അവർക്ക് കൊടുക്കുമ്പോൾ, ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കുമ്പോൾ ആ ഡേഞ്ചറിൽ നിന്നുള്ള ഫ്രീഡവും കൂടിയാണ് അവർക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ എത്ര വലുതായാലും കുഞ്ഞുങ്ങള് കത്തി അല്ലെങ്കിൽ തീ കാണുമ്പോൾ പേടിക്കും, കത്തി എടുക്കില്ല. അപ്പം ഇതിപ്പോ അങ്ങനെ ചെയ്യുമ്പോൾ വീട്ടിലെ പല പണികളിലും വലുതാവുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഒരു സപ്പോർട്ട് അവർക്ക് ഇഷ്ടമായിരിക്കും ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ഫ്രീഡം ഫ്രം കോമ്പറ്റീഷൻ. ഓക്കെ, അപ്പൊ നമ്മള് ഇത്രയും പറഞ്ഞു ഫ്രീഡം, അവർക്ക് എന്തും സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ശരിക്കും കോമ്പറ്റീഷൻസ് ഒന്നുമില്ല. അതായത് ഈ ഒരു മെത്തേഡില് റിവാർഡ്സ് ഇല്ല, പണിഷ്മെന്റ് ഇല്ല, മാർക്കില്ല, പോയിന്റ്സ് ഇല്ല, ഗ്രേഡ് ഇല്ല. അപ്പോൾ ഒരു കോമ്പറ്റീഷൻ ഇതല്ലേ. ആ ഒരു ആക്ടിവിറ്റി ഇപ്പൊ എ എന്നുള്ളൊരു കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്യുന്നു, ആക്ടിവിറ്റി 1 ചെയ്യുന്നു, ബി എന്നുള്ള കുട്ടി വേറൊരു ആക്ടിവിറ്റി ചെയ്യുന്നു, ആക്ടിവിറ്റി 2 ചെയ്യുന്നു. രണ്ടുപേരും അത് ചെയ്തു കഴിഞ്ഞ് അത് അക്കംപ്ലിഷ്മെന്റ്, ആ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തുമ്പോൾ അവര് തന്നെ ഒരു കൈകൊട്ടി ഒരു ചിരി ഉണ്ടല്ലേ, അതാണ് അവരുടെ റിവാർഡ്. രണ്ടുപേരും ചെയ്യുമ്പോൾ റിവാർഡ്. പിന്നെ വേണമെങ്കിൽ നമുക്കിതിലൊരു ചേഞ്ചസ് നമുക്ക് വരുത്താം. കാരണം അപ്രീഷിയേറ്റ് ചെയ്യാം കുട്ടികളെ.
അപ്രൈസൽ നല്ലത് തന്നെയാണല്ലേ, ഓക്കെ വെരി ഗുഡ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അത് മറ്റു കുട്ടിയെ വേദനിപ്പിച്ചുകൊണ്ടാവരുത്. എന്താ ഒരു കോമ്പറ്റീഷൻ എന്നുള്ളത് അവിടെ വരുന്നത്. കണ്ടിട്ടില്ലേ, ഒരു കുട്ടി ഒരു കാര്യം ചെയ്ത ടീച്ചർ വെരി ഗുഡ് ഗുഡ് ബോയ് എന്നൊക്കെ പറയുമ്പോഴേക്കും അടുത്ത ആള് പതുക്കെ ടീച്ചറെ ഞാൻ അന്ന് അവിടെ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു വരാറില്ലേ അവര്. അവര് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് ഒരാളോട് പറയുമ്പം അത് വേറൊരു കുഞ്ഞിന്റെ മനസ്സ് വേദനിക്കുന്ന രീതിയിലാവരുതെന്ന് മാത്രം. അതുകൊണ്ടാണ് ഇവിടെ റിവാർഡ്സ് ഇല്ല, പണിഷ്മെന്റ് ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നത്. കുട്ടികളുടെ അച്ചീവ്മെന്റ്സ് ഒരിക്കലും അസസ് ചെയ്യാറില്ല. ആ ഒരു ഫ്രീഡം ഫ്രം കോമ്പറ്റീഷന്റെ 3ാമത്തെ പാരഗ്രാഫില് സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ചെയ്തോളൂ കേട്ടോ. പാരഗ്രാഫ് തുടങ്ങുന്ന സെന്റൻസ് ചിൽഡ്രൻസ് അച്ചീവ്മെന്റ്സ് ആർ നെവർ അസസ്ഡ്. അല്ല ആണ്, ASSESSED. ഒരു അഡൾട്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് അസസ് ചെയ്യാറില്ല, ഇവാലുവേറ്റ് ചെയ്യാറില്ല. നമ്മൾ അസസ്മെന്റ് ഇവാലുവേഷനൊക്കെ എന്താ എക്സാംസ് ഒക്കെ നടത്തും, ഡിക്റ്റേഷൻ നടത്തും, ടെസ്റ്റ് പേപ്പർ നടത്തും, യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ നടത്തും അല്ലെ. അപ്പൊ അതുപോലുള്ള അസസ് ചെയ്ത് മാർക്ക്, പോയിന്റ്സ്, ഗ്രേഡ് ആ രീതിയിലൊന്നും കൊടുക്കാറില്ല. ഈവൻ സ്റ്റാർസും കൊടുക്കാറില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നമുക്ക് അത് ചെറിയ രീതിയിലൊന്ന് ചേഞ്ച് ചെയ്യാം, കുട്ടിക്ക് സ്റ്റാർ ഒക്കെ വരച്ചു കൊടുക്കാം. ബട്ട് ഒരാളെ മാത്രം അങ്ങനെ പ്രൊമോട്ട് ചെയ്യാന്നുള്ളതല്ല, നമുക്ക് എല്ലാവരുടെ കാര്യത്തിലും അത് ചെയ്യണം. ഓക്കെ, ചെയ്യുവാണെങ്കിൽ. നെക്സ്റ്റ്, ഫ്രീഡം ഫ്രം പ്രഷർ. ഇപ്പോഴത്തെ കാലത്ത് പാരന്റ് പുള്ളിങ് ശരിക്കുള്ളതല്ലേ. അവരുടെ കുറെ ഇഷ്ടങ്ങൾ എപ്പോഴും കുഞ്ഞുങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാനായിട്ട് നോക്കും. ആ രീതിയിലുള്ള പ്രഷർ അത് ഇവിടെ ഇല്ല. ഇവരെ പെർമിറ്റ് ചെയ്യുന്നു, അവരുടെ ഓൺ റേറ്റിലും ഡെവലപ്മെന്റിലേക്ക് പോകാനായിട്ട് പെർമിറ്റ് ചെയ്യുന്നു. അവരെ എപ്പോഴും മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചല്ല കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് നോക്കേണ്ടത്. അവർക്ക് എന്താണ് അവരുടെ ഒരു ആഗ്രഹം, അതിനനുസരിച്ച് അവർ മുന്നോട്ട് പോട്ടെ എന്നുള്ള രീതി. പ്രഷറൈസ് ചെയ്ത് അവരെ ഒന്നും ചെയ്യിക്കുന്നില്ല. അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അവരെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സെൽഫ് നോളജ്, അങ്ങനെയുള്ള പല റിസൾട്ട്സുമാണ് ഫ്രീഡം മോണ്ടിസോറി ക്ലാസ് റൂമിലെ ഫ്രീഡത്തിൽ നിന്ന് കിട്ടുന്നത്. അവരുടെ സെൽഫ് കൺസ്ട്രക്ഷൻ നല്ല രീതിയിൽ നടക്കുന്നു. അവരെന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ സെൽഫ് നോളജ്, അതെല്ലാം ഇമ്പോർട്ടന്റ് റിസൾട്ട് ആയിട്ട് വരുന്നതാണ് ഈ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുമ്പോൾ. പിന്നെ കുറച്ചു മുമ്പ് പറഞ്ഞ സ്ട്രക്ചർ ആൻഡ് ഓർഡർ ആണ്. സെൻസിറ്റീവ് പീരീഡ് ആണ് കുട്ടികൾക്ക് എന്ന് പറയാറുണ്ടല്ലേ. സോ നമുക്ക് അറിയാം, വീട്ടില് കുട്ടികളുണ്ടെങ്കിൽ അറിയാം, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടാവും, നമ്മൾ നോക്കുമ്പോ അത് കാണില്ല. അപ്പൊ കുട്ടികളോട് നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും അവര് പോയി അത് എവിടെന്നെങ്കിലും എടുത്തുകൊണ്ട് വരുന്നുണ്ടാവും. അവരെ സംബന്ധിച്ച് അവരുടെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഓർഡർ എന്ന് പറയുന്നത് അത് ഇരിക്കേണ്ട സ്ഥലം വേറെയാണ്. ആ ഒരു രീതിയിൽ സെൽഫ് ജനറേറ്റഡ് ആയിട്ടാണ് വരുന്നത് ഈ സ്ട്രക്ചറും ഓർഡറും. നമ്മൾ പുഷ് ചെയ്തിട്ടോ നിർബന്ധിച്ച് കാര്യങ്ങൾ ചെയ്യിച്ചിട്ടോ ഒന്നുമല്ല ഈ ഒരു സ്ട്രക്ചർ ഓർഡർ കുഞ്ഞുങ്ങളിൽ ഫോം ചെയ്യുന്നത്. പിന്നെ ഈ മറിയ മോണ്ടിസോറി എൻവയോൺമെന്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു മൈക്രോകോസം ഓഫ് യൂണിവേഴ്സ് ആണ്. മൈക്രോകോസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിയേച്ചർ മോഡൽ ഓഫ് സംതിങ്, അതാണ് മൈക്രോ കോസം എന്ന് പറയുന്നത്. ഇവിടെ മിനിയേച്ചർ മോഡലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്, യൂണിവേഴ്സിന്റെ ഒരു ചെറിയൊരു വേർഷൻ. അതാണ് എൻവയോൺമെന്റിൽ വരുന്നത്. കുഞ്ഞുങ്ങളെല്ലാം കണ്ട്, എല്ലാം ചെയ്ത്, എല്ലാം പരിചയപ്പെട്ടാണ് ആ എൻവയോൺമെന്റിലൂടെ അവരുടെ ഡെവലപ്മെന്റ് പോകുന്നത്. അവരിനി അടുത്ത ലെവൽ അവരുടെ സ്കൂളോ എന്തിലേക്കാണോ പോകുന്നത് അവിടെ എത്തുമ്പോഴും ഇവർക്ക് പരിചയക്കുറവില്ല. കാരണം ഇവരെല്ലാം കണ്ടു, യൂണിവേഴ്സിലെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ ഒരു മിനിയേച്ചർ വേർഷനിലായിരുന്നു അവർ ഇത്ര കാലവും ആക്ടിവിറ്റീസ് ചെയ്ത് നടന്നത്. അങ്ങനെ ഒരു യൂണിവേഴ്സിന്റെ മിനിയേച്ചർ വേർഷനാണ് മറിയ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ മെറ്റീരിയൽസും അതുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ കുഞ്ഞ് നെക്സ്റ്റ് 6 വയസ്സ് കഴിയുമ്പോൾ ഒരു ട്രഡീഷണൽ സ്കൂളിലേക്ക് പോയാലും ഏത് സ്കൂളിലേക്ക് പോയാലും അവന് അറിയാം, സെൽഫ് ആയിട്ടല്ലേ, അവന് ഓട്ടോ എഡ്യൂക്കേഷൻ ആയിരുന്നു അവൻ ചെയ്തത്. അവൻ എന്ത് കിട്ടിയാലും അത് പഠിക്കാനുള്ളൊരു കാലിബർ പൊട്ടൻഷ്യലിലേക്ക് അവൻ മാറും. ഇതുപോലെ ഒരു എൻവയോൺമെന്റിലൂടെ അവൻ കടന്നു പോകും. അപ്പൊ അവനറിയാം ഓർഡർ എന്താണ്, അതിന് ചുറ്റുമുള്ള. അപ്പം പിങ്ക് ടവർ ചെയ്തു, അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു മൊബൈൽ ടവർ കണ്ടു കഴിഞ്ഞാൽ ആ ഷേപ്പ് അവന് പരിചയമുണ്ട്. അവൻ ഓൾറെഡി അത് പിങ്ക് ടവറിന്റെ രൂപത്തിൽ അവൻ ചെയ്തിട്ടുണ്ട്.
ഓക്കെ, അപ്പൊ അവൻ ആ ഓർഡർ അറിയാം. മുകളിലേക്ക് പോകുന്നതോറും അത് കൂടുതൽ പോയിന്റഡ് ആവുകയാണ്, താഴെ അത് വൈഡാണ് എന്നൊക്കെ ഉള്ളതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു ഒരു ടവർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ചെറിയൊരു യൂണിവേഴ്സിലായിരുന്നു അവൻ അത്രയും കാലം. അതിന്റെ വലിയൊരു മോഡലാണ് അവൻ പുറത്തേക്ക് പോകുമ്പോൾ കാണുന്നത്. അവൻ എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള സ്ട്രക്ചറും ഓർഡറും അറിയും. അവൻ മെറ്റൽ ആയിട്ടുള്ള ഒബ്ജക്ട്സ് അവന്റെ കയ്യിലൂടെ കടന്നു പോകും, വുഡൻ ആയിട്ടുള്ള ഒബ്ജക്ട്സ് കയ്യിലൂടെ കടന്നു പോകും, ഗ്ലാസ് ടൈപ്പ് കയ്യിലൂടെ കടന്നു പോകും. ചൂട് എന്താണ്, തണുപ്പ് എന്താണെന്ന് മനസ്സിലാവും. ഭയങ്കര ചൂട്, ഭയങ്കര തണുപ്പ് എന്താണെന്ന് അറിയാൻ പറ്റും. റഫ് എന്താണ്, സ്മൂത്ത് എന്താണെന്ന് മനസ്സിലാവും. റഫ്നെസ് തന്നെ പല അതും അവൻ മനസ്സിലാക്കുന്നുണ്ട്, ടച്ച് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ടേസ്റ്റ് അവൻ മനസ്സിലാക്കുന്നു, പുളി അറിയുന്നു, മധുരം അറിയുന്നു, ഉപ്പ് അറിയുന്നു. അപ്പൊ എല്ലാം അനുഭവിച്ച് എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കഴിഞ്ഞിട്ടാണ് 6 വയസ്സ് ആകുമ്പോഴേക്കും അവൻ പുറം ലോകത്തിലേക്ക് പോകുന്നത്. അപ്പൊ അവനൊന്നും പുതിയതല്ല, എല്ലാം അവനറിയാം, എല്ലാം അവൻ കണ്ടിട്ടുണ്ട് അല്ലെ. വുഡ് എങ്ങനെ ഇരിക്കും ഒക്കെ അറിയാം. വുഡിന്റെ കളർ, പല കളറിൽ വരുന്ന വുഡ്, അതിൽ പെയിന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കളേഴ്സ് യൂസ് ചെയ്യാം, എന്തൊക്കെ കളേഴ്സ് ഉണ്ട്, ഇതെല്ലാം കണ്ട് പുറത്തില്ലുമ്പോ പൂക്കൾ കാണുമ്പോൾ ഇതാ കളറാണ് ഡ്രസ്സ്, ഇതാ കളറാണ് ഡ്രസ്സിന് എന്നൊക്കെ പറയാനായിട്ട് അവനറിയാണ്. അപ്പൊ ആ ഒരു സ്ട്രക്ചർ ഓർഡർ അവനവിടെ സെൽഫായിട്ട് ജനറേറ്റ് ചെയ്താണ്. ഇപ്പം പിങ്ക് ടവർ ഇങ്ങനെ ലൂസ് ആക്കി ഇട്ട് കഴിയുമ്പോൾ അവനറിയാം അതിന്റെ ഒരു ഓർഡർ, ഏബിൾ ടു ഫൈൻഡ് മെറ്റീരിയൽസ് അല്ലെ. പിന്നെ ഇപ്പൊ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയില് ലെമൺ ജ്യൂസ് ഉണ്ടാക്കണം, അതിനെന്തൊക്കെ വേണമെന്ന് അവനറിയാം. ഉപ്പിട്ടത് വേണമെങ്കിൽ ഉപ്പിട്ടത്, മധുരമുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു ഓർഡർ ആദ്യം എന്താ ചെയ്യേണ്ടത്, ലെമൺ കഴുകണം, കട്ട് ചെയ്യണം, അപ്പൊ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എടുക്കണം, കത്തി എടുക്കണം, പിഴിഞ്ഞെടുത്ത അപ്പൊ ആ ഓർഡർ അറിയാം കുട്ടിക്ക്, എന്താണ് ഓരോന്ന് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്നുള്ളത്. അവനോട് ഇപ്പൊ വേറൊരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാൻ പറഞ്ഞു, ഓൾറെഡി ലെമൺ ജ്യൂസ് ഉണ്ടാക്കി, ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാൻ പറഞ്ഞ ഹീ നോ ടു ഡു. ഓക്കെ, ഇപ്പൊ ക്ലിയർ ഒരു എല്ലാത്തിനെയും കുറിച്ച് ഒരു ക്ലിയർ അപ്പിയറൻസ് ആ ഒരു രീതിയിൽ അവർക്ക് വരുവാണ്. ഇതെല്ലാമായിരുന്നു സ്ട്രക്ചർ ഓർഡർ വരുന്നത്. കാരണം കുട്ടികൾ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് ചിലപ്പോൾ കാര്യങ്ങൾ ചെയ്യണത് കാണാറില്ല. അതാണ് സ്ട്രക്ചർ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആക്ടിവിറ്റീസിലൂടെ കടന്നു പോകുമ്പോൾ ഇവർക്ക് അത് അവിടെ നിന്ന് കിട്ടുന്നു. നെക്സ്റ്റ് റിയാലിറ്റി ആൻഡ് നേച്ചർ ആണ്. ഈ മോണ്ടിസോറി മെത്തേഡ് കഴിഞ്ഞിട്ട് പിന്നെ ട്രഡീഷണൽ മെത്തേഡിലേക്ക് പോകുമ്പോൾ കുട്ടിക്ക് പിന്നെ അതൊരു ബുദ്ധിമുട്ടാവോ? അത് ശരിക്കും മോണ്ടിസോറി മെത്തേഡിൽ ഉണ്ടല്ലോ, പലപ്പോഴും ശരിയായ ഒരു ഡയറക്ഷൻ അവർക്ക് കിട്ടാതെ വരുമ്പോൾ, അതിൽ എന്തെങ്കിലും ഒരു കുറവ് വരുമ്പോഴാണ് ഇവർക്ക് ട്രഡീഷണൽ ചെയ്യുമ്പോൾ പ്രശ്നം വരുന്നത്. സാധാരണ ചില കുട്ടികൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഏത് മെത്തേഡിലേക്ക് പോയാലും അവർക്കത് പെട്ടെന്ന് അവർക്ക് ചെയ്യാനായിട്ട് പറ്റും. കാരണം അവർ തന്നെത്താനെ ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷെ ഇത് മോണ്ടിസോറി മെത്തേഡിലെ ഞാൻ ആലോചിക്കാണ്, ഇത് ഈ ചെറിയ കുട്ടികളെ എഴുതാനും പഠിപ്പിക്കണമെന്നില്ലല്ലോ, ഇങ്ങനെ വർക്കുകളും ആക്ടിവിറ്റീസിലൂടെയല്ലേ അവര് പഠിക്കുന്നത്. പിന്നെ ഏത് സ്റ്റേജ് എത്തുമ്പോഴാണ് അവർ എഴുതാനും വായിക്കാനൊക്കെ തുടങ്ങുന്നത്? എത്രാം ക്ലാസ് ആകുമ്പോഴാണ്? 3 to 6 years ആണ് ഇവിടെ നമുക്ക് ക്ലാസ് ഇല്ലല്ലോ, ഒരു മിക്സഡ് ഗ്രൂപ്പ് അല്ലേ. 3 to 6 അതൊരു years ഗ്രൂപ്പാണ്. അതെ അതെ, അത് കഴിഞ്ഞിട്ട് ഇവർക്ക് അതിനുള്ളിലേ അവർ പഠിക്കുവോ? അതിനുള്ളിൽ തന്നെ അവർ എഴുതാൻ പഠിക്കുന്നുണ്ട്. അവർക്ക് ലാംഗ്വേജ് ഏരിയ ഉണ്ട്, അതിന് പറ്റുന്ന മെറ്റീരിയൽസ് അവർക്കുണ്ട്. നമ്മൾ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഇവർ ആദ്യം ട്രേസ് ചെയ്യാനാണ് പഠിക്കുന്നത്. അപ്പൊ ഈ റൈറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇവർക്ക് പ്രീ റൈറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് സ്ട്രെയിറ്റ് ലൈൻ, നമ്മൾ ആൽഫബറ്റ്സ് പഠിക്കുന്നതിന് മുമ്പ് കുട്ടികളെ സ്ലാൻഡിങ് ലൈൻസ്, സ്ലീപ്പിംഗ് ലൈൻസ്, സ്ട്രെയിറ്റ് ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ലൈൻസ് പഠിപ്പിക്കുമല്ലോ. അതുപോലെ തന്നെ റൈറ്റിംഗിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവർക്ക് വേറെ ആക്ടിവിറ്റീസ് കൊടുക്കും. പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ആണ്. അത് പ്രാക്ടിക്കൽസ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രീ റൈറ്റിംഗ് ബോർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം 3 ബോർഡേ ഉണ്ടായിരുന്നുള്ളൂ പ്രീ റൈറ്റിംഗ് ബോർഡായിട്ട്. ഒന്ന് നമ്മുടെ കൊതുകുതിരി പോലെ ഇരിക്കില്ലേ, കൊതുകുതിരി കണ്ടിട്ടില്ലേ, സർക്കിൾ ഷേപ്പിലൊക്കെ സർക്കിൾ അല്ലേ, ഫുൾ കർവ്ഡ് ആയിട്ടുള്ളതായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഒരു ബോർഡ്. അപ്പൊ ഒരു നോബ് പോലെ ഉണ്ടാവും, ഈ നോബ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന. അപ്പൊ ഈ കർവിന്റെ ഇടയ്ക്കുള്ള ബോർഡാണ് വുഡൻ ബോർഡ്, ഇടയ്ക്കുള്ള സ്പേസിൽ കൂടി നോബിനെ നമുക്ക് മൂവ് ചെയ്യിക്കാം ഈ ഷേപ്പില്. അപ്പൊ കർവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കുറെ പ്രാവശ്യം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കർവ് വരുന്നത് പഠിക്കാം. അപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ നമ്മളിത് സ്മോൾ ലെറ്റേഴ്സ് ആകുമ്പോഴേക്കും കർവ് ആണല്ലോ. ക്യാപിറ്റൽ ലെറ്റർ അല്ലേ കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ലൈൻസും സ്ലാൻഡിങ് ലൈൻസും അങ്ങനത്തെ ഒക്കെ ലൈൻസ് വരുന്നേ. പിന്നെ മലയാളം എഴുതണമെങ്കിൽ ഇത് കർവ് ആണ് കൂടുതൽ അല്ലേ. അപ്പൊ ഈ പ്രീ റൈറ്റിംഗ് ബോർഡിൽ ഈ കർവിലൂടെ ഇവരിങ്ങനെ കുറെ നേരം ഇവർ കൈയുടെ മൂവ്മെന്റ്സ്, അപ്പൊ കർവ്ഡ് ആയിട്ടുള്ള ഷേപ്പ് അവർക്ക് പെട്ടെന്ന് അവർക്ക് വഴങ്ങും. അത് കഴിഞ്ഞ് പിന്നെ വന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻസ് വരുന്നതായിരുന്നു. ഈ
കൊതുകുതിരി വട്ടം തന്നെ ഇങ്ങനെ സ്ക്വയർ പോലെ ആക്കുന്ന രീതിയിലുള്ളത്. അപ്പൊ ഇങ്ങനെ പോവും അല്ലെ, ഇങ്ങനെ പോവും. മറ്റേത് ഇങ്ങനെ വട്ടത്തിലാ വരച്ചെങ്കിൽ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ പോലെ പോകും. മൂന്നാമത്തെ ഞങ്ങളുടെ ബോർഡ് രണ്ടിന്റെയും കൂടെ മിക്സ് ആയിരുന്നു, കർവും സ്ട്രെയിറ്റും കൂടെ ഒരുമിച്ച് വരുന്ന മിക്സ്ഡ് ആയിട്ടുള്ളതായിരുന്നു. അപ്പൊ ഈ 3 ബോർഡ്സും പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. പക്ഷെ ഇപ്പൊ പുതിയ മെറ്റീരിയൽസിൽ ഇപ്പൊ നമുക്ക് വന്നേക്കുന്ന മെറ്റീരിയൽസ് എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാം ഉണ്ട്, കർവ് ഉണ്ട്, സ്ട്രെയിറ്റ് ഉണ്ട്, മിക്സ് ഉണ്ട്, പിന്നെ അത് കൂടാതെ ഷേപ്പ്, ട്രീയുടെ ഷേപ്പ്, വീടിന്റെ ഷേപ്പ്, അങ്ങനെ പല പല ഷേപ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഒരു സ്റ്റെൻസിൽ പോലെ ഒരു കോല് പോലത്തെ ഒരു സാധനം തന്നിരിക്കുന്നത്. അത് ഈ ഷേപ്പിന്റെ ഉള്ളിൽ കൂടെ ഗ്യാപ്പുകൾ ഉണ്ട്. ഇപ്പൊ കൊതുകുതിരിക്ക് 2 തിരിയുടെ 2 എണ്ണത്തിന്റെ ഇടയിൽ കൂടെ സ്പേസ് ആണല്ലോ, കൂട്ടിമുട്ടിയല്ലല്ലോ ഇരിക്കുന്നത്, ചെറിയൊരു സ്പേസ് പോലെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുപോലെ സ്പേസ് ഇതുപോലുള്ള പാറ്റേണിലുണ്ട്. ആ സ്പേസിലൂടെയാണ് നമ്മൾ ഈ സ്റ്റെൻസിൽ ഓടിക്കുന്നത്. ഒരു സ്റ്റൈലസ് പോലത്തെ, ഒരു കോല് പോലത്തെ, സ്റ്റെൻസിലല്ല സ്റ്റൈലസ്. അപ്പൊ അങ്ങനെ ആ ഷേപ്പിനനുസരിച്ച് ഈ സ്റ്റൈലസ് ഇങ്ങനെ മൂവ് ചെയ്യും. കൈ വെച്ചിട്ടല്ലേ മൂവ് ചെയ്യിക്കുന്നത്. അപ്പൊ ഇവർക്ക് എഴുതുന്നതിന് മുമ്പുള്ള ഒരു പ്രാക്ടീസ്, ഈ ഒരു കൈ ഒന്ന് എന്താ പറയാ വഴങ്ങി വരും. അത് കഴിയുമ്പോഴാണ് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഇവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ആൽഫബറ്റ്സ്. അത് മൂവബിൾ ആൽഫബറ്റ്സ് ആണല്ലോ പറയുന്നത്. കാരണം സാധാരണ ട്രഡീഷണൽ മെത്തേഡിൽ ടീച്ചർ ചെന്ന് ബോർഡിൽ ഇങ്ങനെ എഴുതി വെക്കും, ഇങ്ങനെ കാണലല്ലേ ഉള്ളൂ. ഈവൻ അതിന്റെ മുകളിലൂടെ ട്രേസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നില്ലല്ലോ. സാൻഡ് പേപ്പർ ആകുമ്പോൾ അതിന്റെ മുകളിലൂടെ ട്രേസ് ചെയ്യും. പലതവണ ട്രേസ് ചെയ്യുമ്പോൾ ഈ ലെറ്ററിന്റെ ഇമേജ് കുട്ടിയുടെ ബ്രെയിനിൽ വരും. പിന്നെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള എഴുത്താ. അപ്പൊ ആ ഇമേജ് കുട്ടികൾ എന്താ ആദ്യം പറയാ, ഞാൻ വരച്ചു എന്നല്ലേ പറയുന്നത്, എഴുതിയെന്നല്ലോ. അവരുടെ ആ ഡ്രോയിങ് എന്നുള്ള ആ ഒരു രീതിയിൽ അവരാ കിട്ടിയ ഇമേജിനെ അതുപോലെ തന്നെ വരച്ചു വെക്കാനായിട്ട് നോക്കും. അങ്ങനെയാണ് ഇവരുടെ റൈറ്റിംഗ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. കറക്റ്റ് വെയിൽ പോയി കഴിഞ്ഞാൽ മോണ്ടിസോറി മെത്തേഡിൽ അത് കറക്റ്റ് കിട്ടും. പിന്നെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയി ചേർത്താലും ഇവര് നല്ലപോലെ തന്നെ പെർഫോം ചെയ്യുന്നതാണ് ഒരു റിസൾട്ട് പറയുന്നത്. നമുക്ക് ആ മോണ്ടിസോറി എൻവയോൺമെന്റില് ആ ഒരു ട്രെയിനേഴ്സിന്റെ ഒരു എക്സ്പീരിയൻസിന്റെ കുറവോ അതൊക്കെ കൊണ്ടാണോ എന്നറിയില്ല. പലപ്പോഴും പ്യുവർ മോണ്ടിസോറി മെത്തേഡ് ഒന്നും ഇവരുടെ ഉള്ളിലേക്ക് കിട്ടാൻ പോകുന്നില്ല. ചിലപ്പോ മോണ്ടിസോറി ഇത് കഴിയുമ്പോഴേക്കും അവർ പലപ്പോഴും അക്ഷരങ്ങൾ പാതി വഴിയിലായിട്ടുണ്ടാവും, പലതും മനസ്സിലാവാത്ത അവസ്ഥ. കറക്റ്റ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടും. ഞാൻ പോയിരുന്ന സ്കൂളില് ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടികൾ ഭയങ്കര നല്ല ഇതായിട്ട് ചെയ്യുന്നത് ആക്ടിവിറ്റീസ് എല്ലാം. അതെ, 1-2 പേര് എന്നോട് പറഞ്ഞു LKG UKG കഴിഞ്ഞ് വരുന്ന മക്കളെ അത്ര പിന്നെ എഴുതാനും വായിക്കാനും മോണ്ടിസോറി കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് പറ്റുന്നില്ല. അത് പ്രോപ്പർ ആയിട്ട് അത് ശരിയായ രീതിയിൽ ആക്ടിവിറ്റിയിലൂടെ പോകാത്തോണ്ടായിരിക്കും. പിന്നെ എന്ന് വെച്ചാൽ പാരന്റ് പ്രഷറും ഉണ്ടാവും. ചിലപ്പോ പാരന്റ്സും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യില്ല. അവർക്ക് ഹോംവർക്ക് വേണം, കുട്ടികളെ എഴുതിക്കണം, വായിക്കണം. അതും മറിയം മോണ്ടിസോറി ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മോണ്ടിസറിയിൽ ചേർത്ത കുട്ടികളെ LKG UKG ചേർക്കില്ലേ, ഡയറക്റ്റ് 1ലേക്ക് ചേർക്കും? പിന്നെ LKG വേണമെങ്കിൽ നിങ്ങൾക്ക് 3 to 4 years മാത്രം മോണ്ടിസോറി എൻവയോൺമെന്റിൽ എത്തിയിട്ട് പിന്നെ LKG ചേർത്തു സാധാരണ സ്കൂളിൽ. അങ്ങനെയാകുമ്പോൾ വലിയ പ്രശ്നം വരില്ല. ഇപ്പം KG സെഷനിലൊക്കെ കൂടുതലും ട്രഡീഷണൽ മെത്തേഡും മോണ്ടിസോറി മെത്തേഡും കൂടെ മിക്സ് ചെയ്തിട്ടാണല്ലോ പലരും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. KGയിൽ സെപ്പറേറ്റ് ആണല്ലോ മിക്ക സ്കൂളുകളിലും. അതെ മിസ്. ഇപ്പൊ എന്റെ മോക്ക് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഇപ്പം മിസ് പറഞ്ഞ പോലെ സ്റ്റാൻഡിങ് ലൈന്, സ്ലീപ്പിംഗ് ലൈന്, കർവ് അതൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതപ്പോ അവരാ സ്റ്റാർട്ട് ചെയ്തിന് അവന്റെ ക്ലാസ്സിൽ പറയാ Sky 1, Sky 2, Sky 3 അങ്ങനെയൊക്കെയാണ് അവര് പറയാ. ഇപ്പൊ 3 വയസ്സിലെ കുട്ടികൾ Sky 1 നമുക്കിവിടെ ശരിക്കും പ്യുവർ മോണ്ടിസോറി അങ്ങനെ മുഴുവനായിട്ട് ചെയ്യാൻ പറ്റാറില്ല. കാരണം നമ്മുടെ ഇവിടുത്തെ എഡ്യൂക്കേഷണൽ രീതി അനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് മിക്സ് ചെയ്തിട്ടാണ് പലപ്പോഴും നമ്മുടെ ഇവിടെയൊക്കെ ചെയ്യുന്നത്. പ്യുവർ മോണ്ടിസോറി അങ്ങനെ കൂടുതലായിട്ട് ഫോളോ ചെയ്യാറില്ല. എന്നാലും അതിന്റെ നല്ല കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് ട്രഡീഷണലുമായിട്ട് ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് വലിയ പ്രശ്നം വരില്ല. മോണ്ടിസോറി മെത്തേഡ് ശരിയായ രീതിയിൽ ചെയ്യാനായിട്ട് പലപ്പോഴും ട്രെയിനേഴ്സിന് പറ്റാറില്ല. മേ ബി എൻവയോൺമെന്റിന്റെ എന്തെങ്കിലും അപര്യാപ്തത കൊണ്ടോ അല്ലെങ്കിൽ മെറ്റീരിയൽസിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ പിന്നെ പാരന്റ്സ് സൈഡിൽ നിന്നുള്ള എന്തെങ്കിലും പ്രഷർ കൊണ്ടോ ഒക്കെ ആയിരിക്കാം. പിന്നെന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായൊരു കാര്യം, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുമ്പോഴേ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ കേട്ടോ നമ്മളതിൽ അത് തന്നെയെന്ന് വെച്ചാൽ ഉള്ളിൽ വെച്ച് ചെയ്യുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. നമുക്ക് ചിലപ്പോൾ കുറച്ച് ചെയ്യുമ്പോഴേക്കും നമ്മൾ അങ്ങോട്ടൊരു സാച്ചുറേഷൻ ലെവലിലേക്ക് എത്തും. അപ്പൊ നമ്മളവിടെ ആക്റ്റീവ് അല്ലല്ലോ, കുട്ടികളാണല്ലോ ആക്റ്റീവ്, നമ്മൾ പാസ് ചെയ്യണം.
നമ്മളിവരെ നോക്കിക്കൊണ്ടിരിക്കുന്ന മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ കാര്യമായിട്ട് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്നൊരു ഫീല് വരണം. അതിൻ്റെതായ ഒരു പ്രശ്നം നമ്മളെ ഹോണ്ട് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ ആകാം ഇതിന്റെ ഒരു റിസൾട്ട് ഇങ്ങനെ ആവാൻ കാരണം. ഓക്കെ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇനി 7ന്റെ കൂടെ നിങ്ങൾക്ക് ക്ലാസ് 7ൽ കുറച്ചും ഒരു ചെറിയ ടോപ്പിക്കും കൂടി എടുത്തിട്ടുള്ളൂ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് നമുക്ക് അങ്ങനെ ആഴ്ചയിൽ ഒരു 3 ക്ലാസ്സോ അങ്ങനെ എങ്ങാനും കിട്ടുവാണെങ്കിൽ നന്നായിരുന്നു. മൺഡേ ട്യൂസ്ഡേ നൈറ്റ് ക്ലാസ് വെച്ചാൽ നിങ്ങൾക്ക് കയറാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒരു 7 o'clockനോ 8 മണിക്കോ? ഇല്ല മിസ്, ബുദ്ധിമുട്ടില്ല. ഓക്കെ. അല്ലെങ്കിൽ പിന്നെ ഉള്ള സമയം കൊണ്ട് തീർക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റുന്ന ടോപ്പിക് അല്ല. ടോപ്പിക് നമ്മൾ ഫുള്ളി ടീച്ചിന്റെ ക്ലാസ് ഇല്ലാത്ത സമയത്തല്ലേ വെക്കണത്? പിജിയുടെ ക്ലാസ് ഇല്ലാത്ത സമയത്ത്. അതാ ഞാൻ മൺഡേ ട്യൂസ്ഡേ പറഞ്ഞേ. പിജിയുടെ ക്ലാസ് വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ അല്ലേ? ഓക്കെ, സോ നമുക്ക് വേണ്ടി സൈൻ ഔട്ട് ഉണ്ടോ ആരെങ്കിലും? ഉണ്ട് മിസ്. മിസ്സേ, അങ്ങനെ ക്ലാസ് വെക്കാൻ ഇൻഫോം ചെയ്യല്ലോ അല്ലേ? എന്തോ ക്ലാസ് വെക്കുകയാണെങ്കിൽ ക്ലാസ് വെക്കുകയാണെങ്കിൽ അറിയിക്കുമല്ലോ അല്ലേ പറയാൻ മുമ്പ്? എനിക്ക് ക്ലിയർ ആയില്ല സഫിയ. ക്ലാസ് നൈറ്റ് ക്ലാസ് വെക്കുകയാണെങ്കിൽ മുമ്പേ തന്നെ അറിയിക്കില്ലേ? അറിയിക്കും. ഞാൻ മാമിനോട് ചോദിച്ചിട്ടില്ല. ഞാൻ പറയും, തീരാനുള്ളതുകൊണ്ട് വെച്ചോളാൻ പറയും. പിന്നെ ഫസ്റ്റ് ടേം എക്സാം നിങ്ങൾക്ക് ഈസി ആയിരുന്നു എന്ന് പറഞ്ഞു. സെക്കൻഡ് ടേം കുറച്ച് മോണ്ടിസോറി എനിക്ക് ഇവിടുത്തെ റേഞ്ച് ഇഷ്യൂ ആണെന്നില്ല. എക്സാമിന് പറഞ്ഞു. ആരാ പറയാ? അല്ല, ദിവ്യ പറഞ്ഞതാ ഞാൻ പകുതി കേട്ടുള്ളൂ. മോണ്ടിസോറിന്ന് മാത്രമേ കേട്ടുള്ളൂ. എന്താ പറഞ്ഞേ? മിസ്, നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതാണോ അതോ നമ്മുടെ ഈ പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുന്നതാണോ ഈ എക്സാമിന് വരുമ്പോ? ഏതാണ് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കാരണം നിറയെ വായിക്കാനുണ്ട്. ഞാനത് എന്താ പറയാ, എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾ അങ്ങനെ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാനേ ഞാൻ പറയുള്ളൂ. ഇനി അതല്ല, ഐ ജസ്റ്റ് വാണ്ട് ടു നോ ഓൾ ദ ഡീറ്റെയിൽസ്, ഇതിനകത്തുള്ളതെല്ലാം അറിയണം, എന്നിട്ട് എനിക്ക് പരീക്ഷ എന്ന് പറഞ്ഞ് വായിക്കാനേ ഞാൻ പറയുള്ളൂ. മോക്ക് ടെസ്റ്റ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് തന്നെ എല്ലാ ഏരിയയും ടച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇടുന്നത്. അപ്പൊ നിങ്ങൾ വൺസ് അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ടോപ്പിക്കിന്റെ നല്ലൊരു കണ്ടന്റ് മനസ്സിലാവും. വായിക്കാൻ പറ്റിയ സമയം കിട്ടിയിട്ടില്ല. ചാപ്റ്ററിന്റെ മോക്ക് ടെസ്റ്റ് വന്നിട്ടുണ്ടല്ലോ. ഏത് ചാപ്റ്ററിന്റെയാ? സെൽഫ് സെൽഫ് കൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ഷൻ ആണോ? അത് എന്റെ കയ്യിലുണ്ട്. മിസ്സേ എപ്പോഴും ചോദിക്കാൻ വിചാരിക്കട്ടോ, ആ ബാക്കിലില്ലേ ഫോട്ടോ ഫ്രെയിം, മിസ്സിന്റെ ഫാമിലി ഫോട്ടോ? എന്റെ ഫാമിലി ഫോട്ടോ അല്ല. ഫാമിലി തന്നെയാന്ന് പറയാട്ടോ. അത്രയും മെമ്പേഴ്സ് ഫാമിലി. കണ്ടോ? മനസ്സിലായോ ആരൊക്കെയാണ്? MT1 സ്റ്റുഡൻസ് ആണോ? സ്റ്റുഡൻസും ഞങ്ങളുടെ ടീച്ചേഴ്സും ഇല്ലേ മുകളിലൊക്കെ ഉണ്ടാവും. ജോബ് സാറ് നമുക്ക് ഭയങ്കര സർപ്രൈസ് ആയി പോയി. സാറിനൊക്കെ പിന്നെ അന്വേഷിച്ചു പറയണേ ടീച്ചറെ, MT6 അന്വേഷിച്ചു പറയണേ. പറയാം. നിങ്ങൾക്ക് കുറച്ച് നാൾ എടുത്തിരുന്നു അല്ലേ സാർ ക്ലാസ്? അതെ. ഓക്കെ ഫൈൻ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ. നമുക്ക് ഈ മാസം നിങ്ങളുടെ എക്സാമിന് മുമ്പ് പോർഷൻ തീരുന്ന രീതിയിൽ എക്സ്ട്രാ സെഷൻസ് വെക്കേണ്ടി വരും, നൈറ്റും കൂടെ എന്നുള്ള രീതിയിൽ. ഇനിയിപ്പം മറ്റവരുമായിട്ട് 7-ഉമായിട്ട് കമ്പൈൻഡ് ആയിരിക്കും, ഒരേ ടോപ്പിക് തന്നെയാണ് എടുക്കുന്നതിലും. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരു ക്ലാസ്സേ ഉള്ളൂ. അവർക്ക് തുടങ്ങിയപ്പോ എന്റെ 2 ക്ലാസ് ഉണ്ടായിരുന്നു, അതാണ് അവര് മുന്നിലേക്ക് ആയത്. നിങ്ങൾക്ക് കുറെ കഴിഞ്ഞപ്പോഴല്ലേ എന്റെ 2 ക്ലാസ് വന്നത്. MT5 തീർന്നപ്പോഴാന്ന് തോന്നുന്നു നിങ്ങൾക്ക് 2 ക്ലാസ് ആയത്. അപ്പൊ അതുകൊണ്ടാണ് 2 ബാച്ചും ഒരുമിച്ച് ഒരേ പാറ്റേണിൽ പോയത്, ഒരേ ടോപ്പിക്സ് ആയിട്ട്.
ഇങ്ങനെ ടെൻഷനൊന്നും വേണ്ട. ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യുക. അപ്പൊ നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ഓക്കെ ഓക്കെ. അപ്പൊ 10th ലെസൺ കൂടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഈ എക്സാമിന് ആകുമ്പോഴത്തേനും? തീരുന്നതിനനുസരിച്ച് ഉള്ള ക്വസ്റ്റ്യൻ ഇടാനാണ് മാം പറഞ്ഞത്. അപ്പോൾ ഈവൻ ഇന്നിപ്പോ തേഴ്സ്ഡേ ആയില്ലേ, മൺഡേ ട്യൂസ്ഡേ നൈറ്റ് ക്ലാസ് കിട്ടുവാണെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഈ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് അങ്ങ് ഫിനിഷ് ചെയ്യാൻ പറ്റുമായിരിക്കും. മറ്റേതിന് 2 ദിവസമെങ്കിലും കിട്ടിയാൽ നന്നായിരുന്നു. ഒരു ദിവസം ആയാലും ഞാൻ ബുദ്ധിമുട്ടില്ലാതെ അത് ഒരു 1.5 hours ആണെങ്കിലും നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. വായിച്ചു പോകാൻ പറ്റില്ലെന്നേ ഉള്ളൂ. വായിച്ച് നമ്മൾ അങ്ങനെ രീതിയിൽ പോകാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഇപ്പൊ ചെയ്ത പാറ്റേണിൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഈ രീതിയിൽ അങ്ങ് പോകും. ഇന്ന് തന്നെ ഒന്ന് വായിച്ചു നോക്കുവാണെങ്കിൽ എളുപ്പമായിരിക്കും കേട്ടോ. ഇന്നത്തെ ദിവസം കഴിഞ്ഞ് നാളെയോ മറ്റന്നാളോ വായിക്കാൻ നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഓർമ്മ വരില്ല. ഇന്ന് തന്നെ ഒന്ന് വായിച്ചാൽ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് ഓൺ ചെയ്ത് വെച്ചിട്ട് വായിച്ചോ നോക്കോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. കുറെ ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് വായിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കണക്ഷൻ കിട്ടില്ല. ഓക്കെ ദെൻ ഓക്കെ, എന്നാ സൈൻ ഔട്ട് ചെയ്യാം. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. സൈൻ ഔട്ട് ആണ്. അതെ, ഞാൻ ഫോണിക് സൗണ്ട് ചെയ്യാനാണ് വിചാരിച്ചിട്ടുള്ളത്. A for apple, A for ant, a a a a a a. B for bat, B for ball, b b b b b b. C for cat and C for cup, k k k k k k. D for dog, D for dots, d d d d d d. E for egg and E for elephant, e e e e e e. F for frog, F for fish, f f f f f. G for goat and G for grass, g g g g g g. H for hand, H for hat, h h h h h. I for ink and I for insect, e e e e e e. J for juice, J for jar, j j j j j j. K for king and K for kite, k k k k k k. L for lamb, L for leaf, l l l l l l. M for man and M for monkey, m m m m m m. N for neck, N for nose, n n n n n n. O for ocean, O for all, o o o o o o. P for plum, P for parrot, p p p p p p. Q for queen and Q for quill, q q q q q q. R for rope, R for rat, r r r r r r. S for sun and S for sunflower, s s s s s s. T for tap, T for tub, t t t t t t. U for angle, U for umbrella, V for violin, V for violet, v v v v v v. W for well and W for water, v v v v v v. X for box, X for fox, s s s s s. Y for yacht and Y for yellow, y y y y y y. Z for zoo, Z for zebra, s s s s s. Thank you, Miss. ഒരേ എനർജിയിൽ തന്നെ പറഞ്ഞു അല്ലെ. ഇങ്ങനെ ലാസ്റ്റ് ആയപ്പോഴൊന്നും ആള് ഫ്രെഡ് അപ്പ് ഒന്നായില്ല. വളരെ ഇൻട്രസ്റ്റ്. വെരി ഗുഡ്. ഓക്കെ, Thank you, Miss. Thank you, Miss.
താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മിസ്.